Good evening to one and all. ഇന്ന് 86ാമത്തെ ഉറവ് വെബിനാറാണ് ഇന്ന് നടക്കുന്നത്. ഈ വെബിനാറിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കേരളം മൊത്തം വിറങ്ങലിച്ചിരിക്കുകയും മനുഷ്യ മനസ്സുകൾ മരവിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്തിലൂടെയാണ് നാം എല്ലാവരും തന്നെ കടന്നുപോകുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ പതറി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമുക്ക് വയനാട് കാണാൻ സാധിക്കുന്നത്. പോയോ? ജയശ്രീ കട്ടായി പോയെന്ന് തോന്നുന്നു അല്ലേ? സൗണ്ട് പോയി. എന്നാ ജോസഫ് സാർ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് അങ്ങ് തുടങ്ങാം, സമയം കളയണ്ട. ആദ്യം തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ജയശ്രീ വീഡിയോ ഓഫ് ചെയ്തോളൂ. ജയശ്രീ വീഡിയോ ഓഫ് ചെയ്തോളൂ. വീഡിയോ ഓഫ് ചെയ്തോളൂ. വീഡിയോ ഓഫ് ചെയ്തിട്ട് ഓഡിയോ ഓൺ ചെയ്തേ. ഓഡിയോ ഓൺ ആണോ? ഓഡിയോ കേൾക്കുന്നുണ്ട്, ഓഡിയോ കാണുന്നത് ഓണല്ലെന്നാ. ശരിയാവും. മതി മതി. ഇപ്പൊ ഓക്കെ. 86ാമത്തെ ഉറവ് വെബിനാറാണ് ഇപ്പോൾ നടക്കുന്നത്. വെബിനാറിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കേരളം മൊത്തം വിറങ്ങലിച്ചിരിക്കുകയും മനുഷ്യ മനസ്സുകൾ മരവിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്തിലൂടെയാണ് നാം എല്ലാവരും തന്നെ കടന്നു പോകുന്നത്. ചേതനയേറ്റ മനസ്സും ശരീരവും നമ്മുടെ വാർത്തയിലൂടെ കടന്നു പോകുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പതറിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമുക്കിന്ന് വയനാട് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു വെളിച്ചവും വഴിയും കാണിച്ചു കൊടുക്കട്ടെ, സർവേശ്വരൻ കാണിച്ചു കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഉറവ് വെബിനാർ നമുക്ക് ആരംഭിക്കാം. ആദ്യമായി സ്വാഗത പ്രസംഗം പറയാനായി നമ്മുടെ KCTUവിന്റെ ട്രഷററായ പോൾ പടയാട്ടി സാർ. ഒരു മിനിറ്റ് ജയശ്രീ, നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് മൗനം ആചരിച്ചിട്ട് സ്വാഗതത്തിലേക്ക് പോകാം. വയനാട്ടിലെ മരണമടഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമുക്ക്. Okay, thank you. Okay, continue, Jayashree. ആദ്യമായി സ്വാഗത പ്രസംഗം പറയാനായി KCTUവിന്റെ ട്രഷററായ പോൾ പടിയാട്ടി സാറിനെ ഞാൻ ക്ഷണിച്ചു കൊടുക്കണം. ഗുഡ് ഈവനിങ് ആൾ. പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരു പ്രത്യേക അവസ്ഥയിലിരിക്കുന്ന ഈ സമയത്ത് ഏതായാലും നമ്മൾ മുടങ്ങാതെ ഉറവ് എന്നുള്ള ഈ വെബിനാർ നടത്തിക്കൊണ്ടുവരുന്നു. ഇന്ന് നമുക്ക് ഈ എല്ലാ പ്രതിബന്ധങ്ങളെയും മറന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയതിൽ നമുക്ക് നന്ദിപൂർവ്വം മുന്നോട്ട് പോവാം. ഇന്ന് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും ഈ വെബിനാറിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു. അതിനുള്ള കാരണം നിങ്ങൾ ഓരോ വ്യക്തികളുമാണ് ഈ വെബിനാർ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വെബിനാറുകൾ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തികളെയും ഹാർദവപൂർവ്വം ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനൊപ്പം ഞങ്ങളുടെ പ്രസിഡന്റ് സെലീന മാഡത്തെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും ശക്തി കേന്ദ്രമായ ഡോക്ടർ PV ജോസഫ് സാറിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശ്രീ മാഡത്തിന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൻ്റെ ഒരു ഗുരുനാഥനായ ഡോക്ടർ AO തോമസ് ഇന്നിവിടെ
സന്നിഹിതനാണ്. അദ്ദേഹത്തെയും ഈ വെബിനാറിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരെയും ഈ സായാഹ്നത്തിൽ 18ാം സെഞ്ചുറിയിൽ ഫ്രാൻസ് മെസ്മർ തുടങ്ങി വെച്ച ഈ ഹിപ്നോസിസ് എന്ന ഇതിനെക്കുറിച്ച് ആകാംക്ഷയോടുകൂടി ശ്രദ്ധിക്കാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും ഇതിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹിപ്നോസ് എന്ന ഗ്രീക്ക് ദേവതയാണ് ഇതിൻ്റെ ഈ ഹിപ്നോസിസ് എന്ന് പറഞ്ഞ ഇതിൻ്റെ രക്ഷകയായിട്ട് പണ്ട് മുതലേ കരുതിയിട്ടുള്ളത്. ആ ഹിപ്നോസ് എന്ന ദേവത കയ്യിലൊരു കുഴലും അതിൽ നിറച്ചിട്ടുള്ള ഒരു മാന്ത്രിക ജലവും കൊണ്ട് രാത്രി വളരെ സാവധാനം നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കണ്ണിലേക്ക് ആ ജലം ഇറ്റിക്കുന്നു, നിങ്ങൾ സമാധാനത്തിൽ ഉറങ്ങുന്നു എന്നാണ് ഹിപ്നോസ് ദേവതയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആ മാന്ത്രികമായിട്ടുള്ള പോർഷൻ നമുക്ക് കിട്ടാനായിട്ട് റിഷ റഷീദിനെയും ഇന്നത്തെ ഫാക്കൽറ്റിയായ റിഷ റഷീദിനെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു എവരിവൺ. ജയശ്രീ. താങ്ക് യു സർ. താങ്ക് യു സർ. കേൾക്കാമോ? കേൾക്കാം. കണ്ടിന്യൂ. അടുത്തതായി അധ്യക്ഷ പ്രസംഗം പറയുന്നതിനായി KCTU പ്രസിഡന്റായ സലീന മാമിനെ ഞാൻ ക്ഷണിച്ചോളും. താങ്ക് യു ജയശ്രീ. ഗുഡ് ഈവനിങ് വൺ ആൻഡ് ഓൾ. ഇനി പോൾ സാറ് പറഞ്ഞ പോലെ നമ്മളൊരു സങ്കട സമയത്ത് തന്നെയാണ്, അതിൽ കൂടി തന്നെയാണ് പോകുന്നത്. എങ്കിലും ആസ് ട്രെയിനേഴ്സ്, ആസ് കൗൺസിലേഴ്സ്, നമ്മളുടെ അറിവുകൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ അറിവുകൾ, നമ്മുടെ മൈക്രോ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ പ്രൊഫഷണലിസം കുറെ കൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനായി KCTU എറണാകുളം ഡിസ്ട്രിക്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിപ്പോ 86ാമത്തെ ഉറവ് പ്രോഗ്രാം, അതായത് ഇതുപോലെ വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുപ്പിക്കുന്ന ഒരു രീതി, അത് നമുക്ക് ഓരോരുത്തർക്കും ഗുണകരമാണ് എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതിനായി എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി വരികയും, ഇന്നിപ്പം പോൾ സാറ് പറഞ്ഞു തുടങ്ങി വെച്ചു ഹിപ്നോസിസ്. എന്നെയൊക്കെ സംബന്ധിച്ച് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേജിൽ കാണിക്കുന്ന ഒരു എന്താ പറയാ, ഒരു മാജിക് പോലത്തെ ഒരു സംഭവമായിട്ടാണ് തോന്നുക. അപ്പൊ അതല്ല, ലെറ്റ്സ് ടേസ്റ്റ് ദി ഹിപ്നോസിസ് എന്നുള്ള ടൈറ്റിലുമായിട്ടാണ് ഇന്ന് ഡോക്ടർ റിഷ മാം ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഹിപ്നോസിസിനെ കുറിച്ച് ഒരു നല്ല ധാരണയിലേക്ക് എത്തിക്കാൻ പറ്റും. ഈ ഒരു ചെറിയ സമയം കൊണ്ട് ചെറിയൊരു ധാരണയെങ്കിലും എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു വിചാരത്തില് നമുക്ക് ഒന്നും കൂടി എല്ലാവരെയും എൻ്റെ പേരിലും കൂടി ഒന്ന് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. അടുത്തതായി ട്രെയിനേഴ്സ് ഇൻട്രഡക്ഷൻ ആണ്. ഇന്നത്തെ ട്രെയിനറായി എത്തിയിരിക്കുന്ന ഡോക്ടർ റിഷ റഷീദ് മാമിനെ പരിചയപ്പെടുത്തുവാനായി ഡോക്ടർ PV ജോസഫ് സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you. I am very happy to introduce today's resource person. ഇത് വെറുതെ പറയുന്നതല്ല. She is a well known. ഒരു ഇഞ്ചെങ്കിലും പൊക്കുന്ന തരത്തിൽ പറയണേ. അതെ. 5.3 ഉള്ളൂ, 5.4 വേണം ഇവിടുന്ന് പുറത്തിറങ്ങാനായിട്ട്. അപ്പൊ അതിനെ പറഞ്ഞേക്കണം. Yes. A well-known counselor. Well-known counselor and a clinical hypnotherapist from Thrissur. An expert in student counseling, family counseling, depression counseling, hypnotic counseling, hypnotic therapy, and so on. Founder of Way Tuner Academy and Counseling Center, Thrissur, Kottakkal. തൃശ്ശൂരിലും കോട്ടക്കലും പ്രവർത്തിക്കുന്ന വേ ട്യൂണർ അക്കാഡമി ആൻഡ് കൗൺസിലിംഗ് സെന്റർ സ്ഥാപനത്തിന്റെ സ്ഥാപകയാണ്. എല്ലാ ക്വാളിഫിക്കേഷനും പറയാമെന്ന് പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ 1 മണിക്കൂർ എടുക്കും. അത്രയേറെ ക്വാളിഫിക്കേഷൻസ് ഡോക്ടർ റിഷ റഷീദിനുണ്ട്. ഇതിപ്പോ എനിക്കത് പ്രൊഫൈൽ കണ്ടപ്പോൾ തോന്നിയത്,
റോബർട്ട് ഫ്രോസ്റ്റിന്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് എന്നുള്ള ആ കവിതയിലെ വരികളാണ്. ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഇവിടെ അല്ല, എനിക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് സ്കിൽസ് അച്ചീവ് ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു ഫിലോസഫിയാണ് നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സണെ നയിക്കുന്നത്. നാം പറയാം, PhD ഉണ്ട്, സൈക്കോളജിയിൽ PhD, അതുപോലെ PGDC ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, ഫിസിയോതെറാപ്പി, സൈക്കോതെറാപ്പി, HR ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി, ചൈൽഡ് സൈക്കോളജി, ലേണിംഗ് ഡിസേബിലിറ്റി തുടങ്ങിയ കോസ്മെറ്റിക് അക്യുപങ്ചർ തുടങ്ങിയ നിരവധി ശാഖകളിൽ പഠിച്ചിട്ടുമുണ്ട്. അത് എക്സ്പെർട്ട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ സ്പീക്കർ. മൈൻഡ് ട്യൂണറാണ്, ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാമറാണ്, റേക്കി ഹീലർ, NLP പ്രാക്ടീഷണർ, TA പ്രാക്ടീഷണർ. അതുപോലെ സ്കൂളുകളിലും കോളേജുകളിലും ഇത്തരം വിഷയങ്ങളിൽ ബിഹേവിയറൽ സ്കിൽസിലും ഒക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അങ്ങനെ അഡോളസെന്റ് പാരന്റിങ്ങിലും എല്ലാം പോകാറുള്ളതാണ്. നല്ലൊരു തിരക്കുള്ള ഒരു താരം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. KCTU കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സിന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, വൈസ് പ്രസിഡന്റ് ഓഫ് കൗൺസിലിംഗ് സൈക്കോളജീസ് ബോധ്യം അല്ലെ, അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. വിത്ത് ഇമ്മൻസ് പ്രഷർ I introduce Dr. Risha Rashid to you. Let us taste the hypnosis from her. Over to MC. Welcome, ma'am. Thank you, sir. Thank you, sir. We all are eagerly waiting for your Risha ma'am's words. Over to you, ma'am. ഓക്കെ, താങ്ക് യു മാഷ, ജോസഫ് മാഷ. ഒരുപാട് പൊക്കി പറഞ്ഞു. 1 ഇഞ്ച് എന്തായാലും കൂടിയിട്ടുണ്ട്. ഞാൻ ഹീലുണ്ട ചെരുപ്പുണ്ട. ഓക്കെ, ഞാനത് മാറ്റി വെച്ചു. ഷൂവിന് കുറച്ച് 1 ഇഞ്ച് ഹീൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോൾ മാഷും നമ്മുടെ അടുത്ത് ഹിപ്നോസിനെ കുറിച്ചിട്ട് ഇപ്പൊ ഞാൻ എന്താണ് ഇനി പറയേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഓൾറെഡി എല്ലാവരും പറഞ്ഞു വെച്ചതാ, ഇന്നതാണ്. വളരെ ശരിയാണ്. പക്ഷെ എനിക്ക് ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും മ്യൂട്ട് ചെയ്തിരിക്കേണ്ട. എനിക്ക് ഈ പറഞ്ഞ പോലെ വലിയ വിവരമില്ലാത്തത് കൊണ്ട് എനിക്ക് ഈ ക്ലാസ് എടുക്കാനൊന്നും വലിയ പേടിയൊന്നുമില്ല. കാരണം അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ്. എൻ്റെ അടുത്ത് ഒരു PPT കാര്യങ്ങളോ അതൊന്നുമില്ല. ഹിപ്നോസിസ് എന്ന് പറയുമ്പോൾ റിലാക്സ് എന്നാണ് നോർമലി അർത്ഥാക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തോട്ടാ. മ്യൂട്ട് ചെയ്തിട്ടിരിക്കേണ്ട. എന്നോട് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ മറുപടി പറയും. ജോസഫ് സാറിന് ഇടയ്ക്ക് മാഷിന് ചിലപ്പോൾ ദേഷ്യം വരും, കണ്ണൂരിട്ടും. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് പേടിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, എനിക്ക് ഫോർമലി സംസാരിക്കാനായിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. ഓക്കെ, നമ്മൾ സംസാരിക്കുക, നമ്മൾ എത്ര മുതിർന്നവരായാലും ആസ് എ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് കയറി അങ്ങ് പരിചയപ്പെടുക, സംസാരിക്കുക എന്നുള്ളൊരു രീതിയാണ് എൻ്റെ. അതിൽ എല്ലാവർക്കും വല്ല വിരോധം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണേ. പ്രത്യേകിച്ച് ടോമി മാഷ് ഉണ്ട്, എന്താ പറയുക, കല്ലിനാക്കൽ ജോൺ ബേബി മാഷ് ഉണ്ട്. എല്ലാവരും മാഷേന്ന് വിളിച്ചോട്ടെ. തോമസ് മാഷ് ഉണ്ട്, ഔസഫ് മാഷ് ഉണ്ട്, ശശികല മാം ഉണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം. ടോമി മാഷ് എന്റെ വോയിസ് കേട്ടതോട് കൂടിയിട്ട് പോയി തോന്നുന്നു, കാണാനേ ഇല്ല. ഞാനിവിടെ ഉണ്ട്, ഞാൻ കേട്ടോണ്ടിരിക്കുക. വിരോധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം പറഞ്ഞോളാം. ഓക്കെ, നമ്മൾ നോർമലി ഇപ്പൊ അതിന് മുൻപ് സെലിനമേമാണോ ജയശ്രീമേമാണോ ആരോ പറഞ്ഞു, എനിക്ക് ഹിപ്നോസിസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ കാണുന്ന യൂട്യൂബിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു മാജിക്കൽ സൈഡ് മാത്രമാണ് എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. ജസ്റ്റ് എന്റർടൈൻമെന്റ് ആസ് എ മാജിക് അല്ലെങ്കിൽ ആസ് എ മെന്റലിസം. ഞാൻ മെന്റലിസം പഠിച്ച ഒരാളാണ്. കാരണം എങ്ങനെയാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, മൈൻഡ് റീഡ് ചെയ്യുന്നത് എന്നറിയാനായിട്ട്. അപ്പൊ അതൊക്കെ ടൂൾ ഉപയോഗിച്ചിട്ടാണ്, ട്രിക്സ് ആണ്, അതൊക്കെ ഓരോ ട്രിക്കുകളാണ് എന്നിരിക്കെ ഹിപ്നോസിസ് എന്നുള്ളത് യാതൊരു ടൂളും യൂസ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വേർഡ് ഏതാ ലൈഫില്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇഷ്ടപ്പെടുന്ന വേർഡ്, ഏറ്റവും ഇഷ്ടം? പീസ് ആൻഡ് ലവ്. പീസ് ആൻഡ് ലവ്. ഓക്കെ, വെരി ഗുഡ്. വളരെ സ്മൂത്ത് ആയിട്ട് പറഞ്ഞു, പീസ് ആൻഡ് ലവ്. ദെൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ? ഹാപ്പിനെസ്. എന്താ? ഹാപ്പിനെസ്. ഹാപ്പിനെസ്. ഓക്കെ, ദെൻ our name. My name. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ഓരോരുത്തരും ഓരോന്നും പറയാണ്ടാവും. അതിന് ബേസിക് ആയിട്ട് നമുക്ക് റിലാക്സ് എന്ന് കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം, അല്ലെ? റിലാക്സ് വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കൂടെയുണ്ട്, ഇല്ലേ? റിലാക്സ് ആയി കഴിഞ്ഞാൽ ഹാപ്പിനെസ് വന്നു. നമ്മുടെ പേര് പറയുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര പ്രൗഡ്ലി നമ്മൾ പറയും, ഞാൻ റിലാക്സ്ഡ് ആണ്.
കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കുമ്പോഴും എപ്പോഴും നമ്മൾ വേർഡ് യൂസ് ചെയ്യുന്ന റിലാക്സ് എന്നുള്ള കാര്യമാണ്. ഹിപ്നോസിസ് അതുകൊണ്ട് തന്നെ റിലാക്സ് എന്നൊരു വാക്കിലാണ് ഊന്നി നിൽക്കുന്നത്. നമ്മൾ 3 വേർഡ്സ് പറയാണ്ട്: ഹിപ്നോസിസ്, ഹിപ്നോട്ടിസം ആൻഡ് ഹിപ്നോതെറാപ്പി. ഹിപ്നോതെറാപ്പി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു ട്രീറ്റ്മെന്റ് ആണ്. അല്ല, അതിൽ സംശയമൊന്നുമില്ലല്ലോ. തെറാപ്പി എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. പക്ഷേ ഹിപ്നോസിസും ഹിപ്നോട്ടിസവും നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ എന്താണ് ഹിപ്നോസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ ഓക്കെ ഹിപ്നോട്ടിസം എന്ന് പറയാ. അതല്ല, ഹിപ്നോസിസ് എന്നാണ് വായിൽ വരുന്നതെങ്കിൽ ഹിപ്നോസിസ് എന്ന് പറയാം. ഇതാണ് നമ്മൾ പലപ്പോഴും ഹെഡ്ലൈൻ ഒക്കെ കണ്ടിട്ടില്ലേ, യൂട്യൂബിലായി കഴിഞ്ഞാലും ഇൻസ്റ്റയിലായി കഴിഞ്ഞാലും ഒക്കെ കാണാം അല്ലെ, ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റ്, ഹിപ്നോതെറാപ്പി, ഹിപ്നോസിസ് എന്നുള്ളത്. അപ്പൊ ശരിക്കും നമ്മുടെ അടുത്ത് ഹിപ്നോസിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ അടുത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് ശരിക്കും അറിയുന്നുണ്ടോ എന്നറിയാനായിട്ട് ജസ്റ്റ് ഒരു കുഞ്ഞ ടെസ്റ്റ് ഡോസ് കൊടുക്കാം. എന്താ ഹിപ്നോസിസ്, എന്താണ് ഹിപ്നോട്ടിസം, ഇതൊന്ന് ചോദിച്ചാൽ മതി. ഹിപ്നോസിസ് എന്നുള്ളത് ഒരു അവസ്ഥയാണ്. നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ, സന്തോഷമുള്ള അവസ്ഥ, അങ്ങനെയൊക്കെ പറയാറില്ലേ. ഒരു അവസ്ഥ, ഒരു സ്പേസ് ആണ് ഹിപ്നോസിസ് എന്നുള്ളത്. ആ ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഹിപ്നോട്ടിസം. ഓക്കെ, അതായത് ഹിപ്നോസിസ്, ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുക എന്ന് വിചാരിക്കും, അതൊരു അവസ്ഥയാണ്, അതാണ് ഹിപ്നോസിസ്. അതിലേക്ക് എന്ത് കാരണത്താലാണോ ഞാൻ ദേഷ്യം പിടിച്ചത്, ആ കാരണമാണ് ടൂൾ. മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവരും സ്നാക്സും ടീ ഒക്കെ കഴിച്ചിട്ട് വന്നതല്ലേ, ഒരു ഉഷാറില്ലല്ലോ. ഓക്കെ ഓക്കെ, ഞങ്ങളെല്ലാരും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ്. എന്താ ഞങ്ങളെല്ലാരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അന്ന് ആ കോൺസെൻട്രേഷനെ കുറിച്ച് എനിക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ടോമി മാഷല്ലേ പറഞ്ഞത്, ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, ഫോക്കസ് ചെയ്തിരിക്കാന്നൊക്കെ അല്ലേ? എത്ര ശതമാനം ഞാൻ പറയുന്നത് അത്രമാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട്, ആ മനസ്സിലോട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്? 100% എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത്ര കിട്ടുമെന്നുള്ള അറിയത്തില്ല. ഒന്ന് പോകണം. പക്ഷേ ഇത് പറയുമ്പോഴും നമ്മൾ 90% നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലാ. സംശയം വേണ്ട, നമ്മൾ ജീവിക്കുന്നത് തന്നെ 90% സബ് കോൺഷ്യസ് മൈൻഡിലാ. നമ്മൾ ഫുഡ് കഴിക്കുക ഏത് മൈൻഡ് വേണ്ടാ? ഫുഡ് കഴിക്കണം എന്താ? സബ് കോൺഷ്യസ് മൈൻഡാണ്. നീന്തുന്നതോ സൈക്കിൾ ചവിട്ടുന്നതോ എല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ എന്താ? സബ് കോൺഷ്യസ് മൈൻഡ് വേണ്ട, മൈൻഡ് എന്ന് വെച്ചാൽ എന്താ? എന്താ മൈൻഡ്? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം പറയാണ്ടോ? പറയും പക്ഷേ ആരെങ്കിലും ഒക്കെ ഓക്കെ വെരി ഗുഡ്. ഓക്കെ, ദെൻ ഇനി ആർക്കെങ്കിലും പറയാണ്ടോ മനസ്സ് വെച്ച് കഴിഞ്ഞാല്? Mind is nothing but the peripheral nervous system and the sensory organs. എന്റെ പക്ഷേ ഇത്രയും ഭയങ്കര സയൻസ് എന്റെ അടുത്ത് പറയരുത്. ഞാൻ അത് കാരണം മുന്നേ പറഞ്ഞു എനിക്ക് അത്ര വിവരമില്ലാത്ത ഒരാളാണെന്ന്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിൽ പറയുമ്പോൾ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായ ഇരിപ്പിടം എന്നാണ് ബുദ്ധിയുടെ, അല്ലെ? നമ്മുടെ തോട്ട്സ് എന്ന് പറയും. ഇപ്പോഴൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങി തോട്ട്സ് ആണ് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ശരിക്കും തോട്ട്സ് മാത്രമാണോ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല്? അല്ല, തോട്ട്സിൽ എന്തൊക്കെ ഉണ്ടാവും? തോട്ട്സ് ആയിട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കൂടണം? ഫീലിങ്സ് ഉണ്ടായിരിക്കണം, അല്ലെ? ഇമോഷൻസ് ഉണ്ടായിരിക്കണം, റെസ്പോൺസ് ഉണ്ടായിരിക്കണം, റിയാക്ഷൻസ് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളും കൂടിയാണ് നമ്മുടെ മനസ്സ്. അപ്പൊ മനസ്സ് എവിടെയായിരിക്കണേ? നോർമലി മനസ്സ് ബ്രെയിൻ, ഒരു സംശയം വേണ്ട, ഇവിടെ തന്നെയാണ്. പിന്നെ എന്തിനാ മാഷെ മനസ്സിനൊരു സുഖമില്ല എന്ന് പറയുമ്പോ ഇവിടേക്ക് കൈ പോണേ? നമ്മുടെ ഇമോഷൻസ്, നമ്മള് വിചാരിക്കുന്നത്. ഓക്കെ, അത് ഇവിടെയാണ്. ഇവിടെ എന്ത് സാധനമുള്ള? ഇവിടെ എന്തുണ്ട്? ഹാർട്ടിന് ഒരു വികാരങ്ങളും ഇല്ല. ഹാർട്ടിന്റെ പണി ഒന്നേ ഉള്ളൂ. അതെ, നമ്മുടെ ജോൺ ബേബി മാഷിന്റെ അടുത്ത് ചോദിച്ചാൽ ശരിക്കും അങ്ങോട്ട് പറഞ്ഞുതരും. എന്താണ് മാഷെ ഹാർട്ടിന്റെ ഒരു പണി? എന്താണ് ജോലി? Just pump. Yeah. Just pump. It is just pump the blood. That's all. കേട്ടാ ഇപ്പൊ സെലീന മാം, അത്രേ ഉള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ പറയണ്ടേ, പണ്ട് എനിക്ക് അറിയില്ല, ഞാൻ ഉമ്മർ എന്ന് പറഞ്ഞിട്ടൊരു നടനുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കുന്ന സമയത്ത് റീൽസ് വരുമ്പോൾ വെറുതെ അവരെ ഒന്ന് ടാഗ് ചെയ്തിട്ടേക്കണ കണ്ടിട്ടുണ്ട്. അതിൽ വന്നിട്ട് കണ്ടിട്ടുണ്ട്.
ഞാൻ ഒരു വികാരജീവിയാണ് എന്ന് പറയുന്ന ഉമ്മറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉമ്മർ എന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നു നമുക്ക് ആദ്യം പിന്നല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ യൂസ് ചെയ്ത് ആൾ എപ്പോഴും പറയുന്ന ഒരു വേർഡ് ആയിരുന്നു അത്, ഞാനൊരു വികാരജീവിയാണ് എന്ന് പറയണേ. അപ്പൊ അതുപോലെ തന്നെ നമ്മളും പറയാറുണ്ടല്ലേ, എനിക്കെപ്പോഴും ഞാൻ ഭയങ്കര ഇമോഷണലി ആണ് സംസാരിക്കാറുള്ളൂ, ഞാൻ ഹൃദയം തുറന്നേ സംസാരിക്കാറുള്ളൂ എന്ന് പറയാറുണ്ട്. ഹൃദയം തുറന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് സുഖിപ്പിക്കാൻ പറയണതാ. ഹൃദയം തുറന്നുകൊണ്ട് ആരും സംസാരിക്കാറില്ല അല്ലെ. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞു, നമ്മുടെ മനസ്സ് ഇവിടെയാണ്, ബ്രെയിനിലാണ്, തോട്ട്സും കാര്യങ്ങളൊക്കെ വന്നു എങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിന് തീരെ സുഖമില്ല എന്ന് പറയുമ്പോൾ, ഒരു ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ട്, എൻ്റെ തലയ്ക്ക് തീരെ സുഖമില്ല എന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? തലയിലാണ് നമ്മുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് നമ്മൾ എന്ത് പറയും? പാവം ഒന്നറിയാത്ത ഹൃദയത്തിന് അങ്ങ് വെച്ചു കൊടുക്കും. ഹൃദയത്തിനെ പറയും. പക്ഷെ ഇതിന് മുൻപ് നമ്മുടെ നോർമലി വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയാം എല്ലാവർക്കും അല്ലെ. അദ്ദേഹത്തെ അറിയാത്തവരുണ്ടോ? ബാല്യകാല സഖി വായിക്കാത്തവരുണ്ടോ? ഇല്ല. അതില് മജീദിന്റെ അടുത്ത് സുഹറ പറയുന്ന ഒരു വാക്കുണ്ട്. എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് കരളിലൊരു വേദന, അപ്പോഴും കൈ വെട്ടിയ അല്ലെ. കരൾ എവിടെ കിടക്കണേ? താഴെയാണ്. എങ്കിലും എന്ത് പറഞ്ഞാലും നമ്മൾ പറയില്ലേ, മഴ പെയ്തെങ്കിലും പടച്ചോനൊരു ഇരിക്കപ്പുറത്ത് നമ്മൾ കൊടുക്കൂല എന്ന് പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാലും തീപിടയ്ക്ക. പക്ഷെ കുറ്റം പറയേണ്ട കാര്യമില്ല, നമ്മളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവന്റെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല. ആരുടെ? ഹാർട്ടിന്റെ. കാരണം എന്ത് പറഞ്ഞാലും പിടയ്ക്കുന്ന എവിടെയാ? ഇവിടെയാണ്. ഇവിടുന്ന് ഒരു ചിന്ത വന്നു കഴിഞ്ഞാല് നമ്മൾ പിടയ്ക്കിവിടെ. അതെന്തുകൊണ്ടാ? നമ്മുടെ ഹാർട്ടില് 3/4 3/4 എങ്ങോട്ട് ചാഞ്ഞിട്ടാ? ലെഫ്റ്റിനോട്, ഇടതിനോട് ഒരു ചായമുണ്ട്. ഓക്കെ, അതിന്റെ കീഴെ കിടക്കുന്ന ഒരു സാധനമുണ്ട്, ലങ്സ്. റൈറ്റിലെ ലങ്സിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ ഇടത് ഭാഗത്തെ ലങ്സിന്റെ മീതെ കയറിയിട്ടാണ് ഹാർട്ട് ഇരിക്കണേ. എന്തെങ്കിലും നമുക്ക് ഇമോഷണലി നമ്മൾ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റൂല. എന്താ കാരണം? ഈ ഹാർട്ട് കിടന്ന് അങ്ങോട്ട് പമ്പ് ചെയ്ത് കളിക്കാൻ തുടങ്ങും. ഹാർട്ട് ബീറ്റ് കൂടും. നമുക്ക് വിഷമം വന്നാല്, സന്തോഷം വന്നാല് അല്ലെ, എല്ലാം കൂടിയിട്ട് ഇവിടെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖമില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ വെക്കില്ല. തലയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം എടുക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഹാർട്ടിന് കൊടുക്കും. നോർമലി അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൈവയ്ക്കുന്നത്, അല്ലാതെ മനസ്സ് ഇവിടെ ആയിട്ടില്ല. ഹാർട്ടിന് ഒരൊറ്റ പ്രശ്നമുള്ളൂ, എന്താ? ഹാർട്ട് പമ്പ് ചെയ്യുക, ബ്ലഡ് പമ്പ് ചെയ്യുക എന്നൊരു കാര്യം മാത്രമേ ഹാർട്ടിന് ചെയ്യാനുള്ളൂ. പക്ഷെ ഇമോഷൻസ് മുഴുവൻ നമുക്ക് പെട്ടെന്ന് അറിയുന്ന വേറൊരു ഇന്റേണൽ ഓർഗൻസിലും ഇത്ര നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റൂല. ഉണ്ടോ? നമുക്ക് ടെൻഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രതികരിക്കായതാ നമ്മുടെ ഹൃദയമാണ്. ഇത് പറഞ്ഞത് ഒന്നിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ്, നമ്മുടെ മനസ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. ആയുർവേദത്തില് മനസ്സ് 3 രീതിയിലുണ്ട്, 3 സ്ഥലങ്ങളിലുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്രെയിനിലാണ്, നമ്മുടെ തോട്ട്സ് ആണ്, കാര്യങ്ങളാണ്. ആയുർവേദത്തിൽ പറയുന്നത് ബ്രെയിനിലുണ്ട്, ഹാർട്ടിലുണ്ട്, ദെൻ നമ്മുടെ ഫുൾ ബോഡിയിലും മനസ്സുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിനിൽ ഒരു ചിന്ത വരുമ്പോൾ ആദ്യം അതിനെ എഫക്ട് ചെയ്യുക എവിടെയാ? ഹാർട്ടിനെ എഫക്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ ബോഡി മുഴുവൻ ചിലപ്പം ഭയങ്കര ടെൻഷൻ ആകുമ്പോൾ വിറക്കില്ലേ? നമ്മുടെ ബോഡിയിലെ ഓരോ സെല്ലുകളും അങ്ങനെ വിറയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ആവില്ല, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി വെച്ചതാവില്ല, മാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം, സെലിന മാം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക, പോൾ മാഷ അങ്ങനെ ആയിരിക്കില്ല, ജോൺ ബി മാഷ അങ്ങനെ ആയിരിക്കില്ല. ഓരോരുത്തരും അവനവന്റെ രീതിക്ക് അനുസരിച്ചാണ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കുക അല്ലെ. പക്ഷെ സത്യം ഇതാണ്, 3 തരത്തിലുള്ള മനസ്സുണ്ട് നോർമലി. ഏതൊക്കെയാണ് അത്? കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. പക്ഷെ ഫ്രോയിഡ് സംസാരിക്കുമ്പോൾ നമുക്ക് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അൺകോൺഷ്യസ് മൈൻഡിന്റെ വേർഡാണ് യൂസ് ചെയ്യുന്നത്. ബ്രെയ്ഡും പാവ്ലോവും ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ഒരു അർത്ഥം നമ്മളിലേക്ക് വരുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് മലയാളത്തിൽ പറഞ്ഞ ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മള് 0 to ഈ ഭൂമിയിൽ വന്ന് ഇത്രയും വർഷങ്ങൾ ഇപ്പൊ നമ്മൾ പരസ്പരം കണ്ടുകൊണ്ട് ഈ ഇരിക്കുന്ന നിമിഷം വരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ആണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ സംസാരിക്കുന്നത് അല്ലെ. ഞാൻ കോൺഷ്യസ്ലി ആണ് പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നത് കോൺഷ്യസ്ലി ആണ്. പക്ഷെ 90% എന്താണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മൾ ഇരിക്കുന്നത്. ചോറ് തിന്നാൻ കറണ്ട് ഇല്ലെങ്കിലും ഇങ്ങനെ പോവുള്ളൂ, മൂക്കിലോട്ട് പോവില്ലല്ലോ.
ഇങ്ങനെ എന്നെ പോ നമ്മൾ വായ നോക്കിയിട്ടാണോ കൊടുക്കുക? എവിടെ തപ്പി വെക്കോ? കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് കൊടുക്കാനായിട്ട്? അല്ല, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്. എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും നീന്തൽ പഠിച്ച ഒരാളെടുത്ത് വെള്ളത്തിലിട്ടാൽ മതി, അവന് നീന്താൻ പറ്റുമെന്നത് വളരെ വേഗത്തിൽ മനസ്സിലാവും. അത് എന്താണ്? ഇതും പറഞ്ഞ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്താണെന്നും ഭാഷ എന്താണെന്നുമാണ് ഞാനിനി ജസ്റ്റ് പറയാൻ പോണേ. നമ്മൾ പലപ്പോഴും അറിയോ, സബ് കോൺഷ്യസ് മൈൻഡ് ഈശ്വരനാണ് എന്നാണ് ഒരു വിശ്വാസം. നമുക്ക് കൊറോണ വന്ന സമയത്ത് ഒരു അമ്പലമില്ലെങ്കിലും ഒരു പള്ളിയില്ലെങ്കിലും ഒരു മോസ്കിലെങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ചു തന്നു ഇല്ലേ? കൊറോണ അങ്ങനെ പഠിപ്പിച്ചു തന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും, ഞാനിപ്പോ ഈ പറയുന്നത് പോലും ആദ്യം കേൾക്കുന്നത് ആരാണ്? ഞാൻ തന്നെയാണ് അല്ലെ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആദ്യം കേൾക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞു കേട്ടതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് അത് എത്തുന്നത്. സംശയമുണ്ടോ ആർക്കെങ്കിലും അങ്ങനെ? കറക്റ്റ് എന്താണെന്നറിയോ? നമ്മൾ ഒരു വേർഡ് പറയുമ്പോൾ നിങ്ങളത് കേൾക്കുന്ന മുൻപേ ഞാൻ അത് കറക്റ്റ് ചെയ്യും. എനിക്കൊരു തെറ്റു വന്നാ ഇല്ലേ? നിങ്ങൾ മാം അവിടെ ഋഷ അവിടെ തെറ്റുമ്പോൾ ആടെ ഭാഷയെ ഞാൻ കറക്റ്റ് ചെയ്യാലോ, ഞാൻ വേർഡ് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എന്തുകൊണ്ടാ? നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ആദ്യം കേൾക്കുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഞാൻ ഇതില് ഹെഡ്ലൈൻ കൊടുത്തത് നമുക്ക് ടേസ്റ്റ് അറിയാം ഹിപ്നോസിസിന്റെ എന്നാണ്. നമുക്കൊന്ന് ടേസ്റ്റ് അറിഞ്ഞാലോ? ടേസ്റ്റ് അറിയുന്ന മുൻപായിട്ട് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, മ്യൂട്ട് ചെയ്തിട്ടിരിക്കാം. ജസ്റ്റ് ഇത്രയും വേണ്ടോ? നമ്മൾ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചാരി എങ്ങനെയാണോ നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റണേ. എനിക്ക് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ വിളിക്കാൻ, ഞോണ്ടി വിളിക്കുന്ന പാകത്തിൽ ഇരിക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കാം. മുന്നേ പറഞ്ഞു വെച്ചേക്കാം അടുത്തുണ്ടോ, ഇനി ഇതേ ഇത് കഴിയുന്നവരെ എന്നെ വിളിച്ചേക്കരുത് കേട്ടോ എന്ന് പറയാം. ഓക്കെ, റിലാക്സ് ചെയ്തിരുന്നു എല്ലാവരും? ഓക്കെ, റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ട് കൈകളോ കാലുകളോ ക്രോസ് ചെയ്യാതിരിക്കുക, ഇങ്ങനെ ക്രോസ് ചെയ്തിരിക്കാതിരിക്കുക. ബാക്കി നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്നോളൂ, സമാധാനമായിട്ടിരുന്നോളൂ. സ്പെക്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെക്കാം. മൊബൈൽ എടുത്തെന്ന് വെച്ചാൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. വോയിസ് വരാട്ട് ഞാൻ എൻ്റെ മൊബൈലൊന്ന് ആദ്യം അങ്ങനെ തന്നെ ചെയ്ത് വെക്കട്ടെ വിചാരിച്ചിട്ടാ. ഓക്കെ ആണല്ലോ? എല്ലാവരും ഒന്ന് കറക്റ്റ് ആയിട്ടിരിക്കാം. ഇനി ജസ്റ്റ് 3 times ഞാനൊന്ന് ബ്രീത്ത് എടുക്കാൻ പറയും. ആദ്യം പറയുന്നത് മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് 1 second ഹോൾഡ് ചെയ്ത് മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഡീപ്പായിട്ട് എടുക്കണേ, നല്ല ഡീപ്പായിട്ട് നമ്മൾ ഒന്ന് ശ്വാസം എടുക്കുക, ദീർഘനിശ്വാസം എടുക്കുക, 1 second ഹോൾഡ് ചെയ്യുക, മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് കളയാം. രണ്ടാമത്തെ പ്രാവശ്യം മൂക്കിലൂടെ ശ്വാസം എടുക്കുക, 1 second ഹോൾഡ് ചെയ്യുക, വായിലൂടെ പുറത്തേക്ക് കളയാം. മൂന്നാമത്തെ പ്രാവശ്യം വായിലൂടെ ശ്വാസം എടുക്കുക, 1 second ഹോൾഡ് ചെയ്യുക, വായിലൂടെ തന്നെ പുറത്തേക്ക് കളയാം. ഇത് 3 തരത്തിലുള്ള ഞാൻ ബ്രീത്തിങ് എക്സസൈസ് പോലെ പറഞ്ഞു. ഇത് എന്തിനാണ്? ഈ 3നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? മൂക്കിലൂടെ ശ്വാസം എടുത്ത് മൂക്കിലൂടെ ശ്വാസം വരുന്ന സമയത്ത് നമ്മൾ നോർമലി എനർജറ്റിക് ആയി തീരാൻ വേണ്ടിയിട്ടാണ് മൂക്കിലൂടെ നമ്മൾ നോർമൽ ബ്രീത്ത് അങ്ങനെയല്ല എടുക്കുന്നത്. മൂക്കിലൂടെ ശ്വാസം എടുത്ത് നമ്മൾ മൂക്കിലൂടെ തന്നെ കളയും അല്ലെ? ഓക്സിജനൊക്കെ കിട്ടി എല്ലാ സെല്ലുകളിലും ഓക്സിജൻ എത്താനായിട്ട്. രണ്ടാമത്തത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ വിടുമ്പോൾ നമ്മൾ പോകുന്നത് റിലാക്സ് എന്ന ഒരു മൂഡിലേക്കാണ്. റിലാക്സ് ചെയ്യാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് വായിലൂടെ ശ്വാസം എടുത്ത് ഇങ്ങനെയൊന്ന് ശ്വാസം എടുത്ത് ഒരു 2-3 ആകുമ്പോഴത്തെ നമ്മൾ ഒരു സ്ലീപ്പി മൂഡാവും. കോട്ടുവായി എടുക്കുമ്പോൾ അങ്ങനെയല്ല, ക്ലാസ് ഒക്കെ ബോറടിക്കുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ? ഇപ്പൊ ഞാൻ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ എന്ന് തോന്നും. എല്ലാവരും ചെയ്തിട്ടൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. എനിക്ക് നല്ല ഉറപ്പാ. ഒരാൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ ആ ബെഞ്ച് മുഴുവൻ, അതിന്റെ ബാക്കിലുണ്ട ബെഞ്ച് മുഴുവൻ ഇങ്ങനെ ശ്വാസം എടുത്ത് വിടാൻ തുടങ്ങും. അപ്പൊ ടീച്ചർമാര് ഡസ്റ്റർ ആണോ ചോക്കാണോ എന്താണോ കയ്യിൽ കിട്ടിയത് നമ്മുടെ തലമേൽക്ക് എറിയും. ഇതെത്ര കണ്ടേക്കണേ എന്ന നിലയിൽ നമ്മൾ ഒന്നും കൂടി നല്ല ഉഷാറായിട്ട് നമ്മൾ പറയില്ലേ ഉറുമ്പേട് നടന്നു പോകുമ്പോൾ പണ്ടൊക്കെ ചാഴിപ്പൊടി ഉറുമ്പുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പേൾ പാവം പെടഞ്ഞു ചാവും. ഇപ്പൊ ഒന്ന് ഉറുമ്പുപൊടിയോ ചാഴിപ്പൊടി ഉറുമ്പിനെ മേത്തിട്ടൊക്കെ ആകെ കൂടി ഒന്ന് കുടയും. ഹോർലിക്സ് കുടിച്ച പോലെയാ. എന്തൊരു ഓട്ടോടാ, കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ തൃശ്ശൂർക്കാര് ഞങ്ങൾ ഉറുമ്പുകളൊക്കെ ഭയങ്കര ഹോർലിക്സ് കുടിക്കുന്ന പോലെ ചാഴിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ. ഇതുപോലെ ഇവരെത്ര കണ്ടേക്കണ്, എത്ര എയർ കിട്ടിയാലും പിന്നെ നമ്മൾ കൂട്ടുവായിടും. സ്ലീപ്പി മൂഡാണ് അത്.
ഓക്കെ, ഉറങ്ങാനായിട്ട് ഉറക്കം എന്ന് പറയില്ല കേട്ടോ ഹിപ്നോസിൽ, ഒരു മയക്കം. ഓക്കെ, അപ്പൊ അതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്താലോ. എന്താണ് ഹിപ്നോസിസ്? ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. എന്തൊരു ഈ സാധനം വന്നിരുന്നിട്ട് കുറെ നേരം ഹിപ്നോസിസ് എന്നൊക്കെ പറയണേ, ട്രാൻസ് എന്നൊക്കെ പറയണു, എന്താ ഈ കാര്യം? അപ്പൊ ജസ്റ്റ് നമ്മൾ കണ്ണട എടുത്ത് വെക്കേണ്ട, കണ്ണട ഊരി വെച്ചോളൂ. സെലീന മാഷെ, ഓക്കെ ഓക്കെ, റിലാക്സ് ചെയ്തിരിക്കാം. ജസ്റ്റ് കണ്ണുകൾ ജസ്റ്റ് അടയ്ക്കുക. നമ്മൾ റിലാക്സ് ചെയ്തുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഒന്ന് ചാരിയിരിക്കുക. എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് റെസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ സൗകര്യം, ഇല്ലെങ്കിലും നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുക. ഓക്കെ, ഞാൻ ഇനി കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ജസ്റ്റ് ഞാൻ പറയുന്ന ഒന്ന് ബ്രീത്ത് എടുക്കാം. ദീർഘമായിട്ട് ഡീപ്പായിട്ട് മൂക്കിലൂടെ ഒന്ന് ശ്വാസം എടുക്കുക. ശ്വാസമെടുത്ത് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. നോർമൽ ബ്രീത്തിൽ ശ്രദ്ധിക്കുക. ഹാർട്ട് ബീറ്റിൽ ശ്രദ്ധിക്കുക. എന്ത് രസമായിട്ടാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യണേ. നല്ല നല്ല രസമുണ്ട് അല്ലെ, താളനിബദ്ധമായിട്ട് ആ ഹാർട്ട് ഇടിക്കുന്നതൊന്ന് ശ്രദ്ധിക്കാം. ദെൻ മൂക്കിലൂടെ ദീർഘമായിട്ട് ഒരു ശ്വാസം എടുക്കുക. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് പതിയെ സാവധാനത്തിൽ, എത്ര സാവധാനത്തിലാക്കാൻ പറ്റുമോ അത്രയും സാവധാനത്തിൽ പതിയെ വായിലൂടെ ശ്വാസം കളയണം. ഓക്കെ, വെരി ഗുഡ്. ദെൻ ജസ്റ്റ് വീണ്ടും ഒന്ന് നോർമൽ ബ്രീത്തിൽ ശ്രദ്ധിക്കാം. ഹാർട്ട് ഡിപ്പിൽ ഒന്ന് ശ്രദ്ധിക്കാം. രണ്ടും ഓക്കെ ആയിട്ട് നല്ല താളനിബദ്ധമായിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കാം. അതിനിടയിലൂടെ കടന്നു വരുന്ന എന്ത് ചിന്തയായിക്കോട്ടെ അതൊക്കെ അതിൻ്റെ പാട്ടിന് വന്നു പോയിക്കോട്ടെ. നമ്മളൊന്നും കൺട്രോൾ ചെയ്യേണ്ട. എന്തൊക്കെ ചിന്തകൾ വരുന്നോ അതേപോലെ തന്നെ വന്നും പോയിക്കൊണ്ട് തന്നെ ഇരിക്കട്ടെ. ജസ്റ്റ് വായിലൂടെ ഒന്ന് ശ്വാസം എടുക്കാം. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം വായിലൂടെ ശ്വാസം പുറത്തേക്ക് കളയാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട് കണ്ണുകൾ അടച്ച് അവനവനെ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാം. നിങ്ങൾ ഇരിക്കുന്ന ഇടം കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. കണ്ണുകൾ ചേർത്തടയ്ക്കുക. പശ വെച്ചൊട്ടിച്ചതുപോലെ കൺപീലികൾ തമ്മിൽ കോർക്കും വിധം നന്നായിട്ട് കണ്ണുകൾ ചേർത്തടയ്ക്കുക. തീർച്ചയായിട്ടും ശരീരത്തിലെ ഓരോ സെല്ലുകളും, ഓരോ ടിഷ്യൂസും, ഓരോ മസിലുകളും പയ്യെ പയ്യെ റിലാക്സ് ചെയ്യുന്നത് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. റിലാക്സ്, റിലാക്സ് ആൻഡ് റിലാക്സ്, റിലാക്സ്. ഓരോ നിമിഷവും ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളും റിലാക്സ് ആകുന്നത് അറിഞ്ഞ് ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക. അതിനിടയിലൂടെ കടന്നു വരുന്ന ഓരോ ചിന്തകളും വന്നു പോയിക്കൊള്ളട്ടെ. റിലാക്സ്, റിലാക്സ് ആൻഡ് റിലാക്സ്, റിലാക്സ്. പതിയെ നിങ്ങളിൽ നിന്ന് ഒന്ന് എണീക്കുന്നതായിട്ട് ഒന്ന് സങ്കല്പിക്കാം. നിങ്ങൾ ഇരുന്നിടത്തു നിന്ന് നിങ്ങളിലെ നിങ്ങൾ പതിയെ ഒന്ന് എണീക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം. എണീറ്റു മാറി നമ്മുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കുക. എത്ര ശാന്തസുന്ദരമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ബ്രീത്ത് എല്ലാം വളരെ നോർമലായിട്ട് നമുക്ക് നമ്മളെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കിയതിന് ശേഷം പതിയെ എണീറ്റ് കിച്ചണിന്റെ ഡോറിന്റെ അടുത്തേക്ക് ഒന്ന് പോവാം.
പതിയെ കിച്ചണിന്റെ അടുക്കളയുടെ വാതിലിനടുത്തേക്ക് ഒന്ന് ചെന്ന് നിൽക്കാം. അവിടെ നിന്നുകൊണ്ട് അടുക്കളയിൽ അല്ലെങ്കിൽ കിച്ചണിൽ ഒന്ന് എത്തി നോക്കുക. എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്. 1 മിനിറ്റ് നോക്കി നിന്ന് ഫ്രിഡ്ജും വാഷ് ബേസിനും അല്ലെങ്കിൽ സിങ്ക് എല്ലാം കണ്ടതിന് ശേഷം പതിയെ വളരെ സാവധാനത്തിൽ ചെന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് ഒന്ന് നടന്നു ചെല്ലുക. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശരീരം പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണ്. ഭയങ്കര റിലാക്സ്ഡ് ആണ് മൈൻഡ്. അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ മുഖത്ത് തെളിയുന്നതും ആസ്വദിക്കുക. സ്വയം അറിഞ്ഞ് സന്തോഷിച്ച് ആസ്വദിച്ച് പതിയെ ഫ്രിഡ്ജിനടുത്തേക്ക് നടന്നു ചെന്ന് ഫ്രിഡ്ജിന്റെ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒട്ടൊന്നു കുനിഞ്ഞ് ഫ്രിഡ്ജിനുള്ളിലേക്ക് ഒന്ന് നോക്കിയാൽ നേർത്ത തണുത്ത കാറ്റ്, നേർത്ത വെളിച്ചം കൺപീലികളിലും മൂക്കിൻ തുമ്പിലും മുഖത്തും കവിളണകളിലുമെല്ലാം നേർത്ത ഒരു തണുപ്പ് പടരുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാനാവുന്നുണ്ട്. ജസ്റ്റ് ആസ്വദിക്കുക. റിലാക്സ്, റിലാക്സ് ആൻഡ് റിലാക്സ്, റിലാക്സ്. നേർത്ത തണുപ്പ് നിങ്ങളുടെ മുഖത്ത് വീശുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന നന്നായിട്ട് പഴുത്ത മഞ്ഞ നിറത്തിലുള്ള ഒരു ചെറുനാരങ്ങ കയ്യിലെടുക്കുക. ചെറുനാരങ്ങയുടെ മണം നിങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് ആസ്വദിക്കാനാവുന്നുണ്ട്. ഒന്നുകൂടി ചെറുനാരങ്ങ കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് ചെറുനാരങ്ങ കയ്യിലിട്ടൊന്ന് തിരുമ്മുക. 2 കൈകൾ കൊണ്ട് ചേർത്ത് ചെറുനാരങ്ങ തിരുമുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതിന്റെ സ്മെല്ല് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. മൂക്കിനടുത്തേക്ക് വരുമ്പോഴേ അറിയാം നല്ല മണം പഴുത്ത ചെറുനാരങ്ങയുടെ, അതും മഞ്ഞ നിറത്തിലുള്ള ചെറുനാരങ്ങയുടെ എല്ലാ സ്മെല്ലും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനാവുന്നുണ്ട്. അതൊന്ന് ആസ്വദിക്കുക. ആസ്വദിച്ചതിന് ശേഷം ഫ്രിഡ്ജിന്റെ ഡോർ അടച്ച് പതിയെ നിങ്ങൾ സിങ്കിനടുത്തേക്ക് നടക്കുക. ചെറുനാരങ്ങ പതിയെ പൈപ്പ് തുറന്ന് ഒന്ന് കഴുകുക. പൈപ്പ് തുറന്ന് നിങ്ങളുടെ കയ്യിലേക്ക് നേർത്ത തണുത്ത വെള്ളം കൈവിരലുകളിലൂടെ ഒഴുകി ഇറങ്ങുന്നത് ആസ്വദിക്കാം. പുറത്ത് നല്ല മഴയുള്ളത് കൊണ്ടായിരിക്കാം വെള്ളത്തിന് നേർത്ത തണുപ്പുണ്ട്. നിങ്ങളുടെ കയ്യിലേക്ക് വീഴുന്ന ഓരോ ജലകണികകളും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാനാവുന്നുണ്ട്. ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക. ചെറുനാരങ്ങ പതിയെ മണത്തുകൊണ്ട് ചെറുനാരങ്ങ ഒന്നുകൂടി മണത്ത് ചെറുനാരങ്ങ പൈപ്പിന് ചുവട്ടിൽ വെച്ച് ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ചെറുനാരങ്ങ ഒരു കത്തി കൊണ്ട് 2ആയി മുറിക്കുക. മുറിച്ചെടുത്ത ചെറുനാരങ്ങ നന്നായി പഴുത്ത് വ്യക്തമായിട്ട് മണം വന്നു തുടങ്ങിയ ചെറുനാരങ്ങ തല ഒരൽപ്പം ചെരിച്ച് ഇട്ട് ഒന്ന് പിറകിലേക്ക് ചെരിച്ചുകൊണ്ട് മുറിച്ച ചെറുനാരങ്ങ പതിയെ വായിലോട്ട് ഒരു തുള്ളി പിഴിഞ്ഞൊഴിക്കുക. ചെറുനാരങ്ങയുടെ നേർത്ത പുളിപ്പും നേർത്ത തണുപ്പും വായിലോട്ട് വളരെ വ്യക്തമായിട്ട് നാക്കിലെ ഓരോ രസമുകുളങ്ങളെയും തൊട്ടുണർത്തിക്കൊണ്ട് നാക്കിലെ ആ പുളിരസം പതിയെ പടരുന്നത് ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക. വായ്ക്കകം മുഴുവൻ വെള്ളം നിറയുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒന്നുകൂടി തല ഒട്ടുചെരിച്ചുകൊണ്ട് ഓരോ തുള്ളിയായിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചുകൊണ്ടേയിരിക്കുക.
ഓരോ തുള്ളി വീഴുമ്പോഴും നാക്കിലെ എല്ലാ രസമുകുളങ്ങളെയും തൊട്ടുണർത്തിക്കൊണ്ട് നേർത്ത പുളിപ്പും നേർത്ത തണുപ്പും പതിയെ തൊണ്ടക്കുഴിയിലൂടെ താഴോട്ടിറങ്ങുന്നത് ആസ്വദിക്കുക. വാവ്, എനിക്ക് വളരെ വ്യക്തമായിട്ട് കാണാനാകുന്നുണ്ട് നിങ്ങളുടെ വായിൽ വെള്ളം നിറയുന്നതും പതിയെ അത് ഇറക്കുന്നതും. ഓരോ തുള്ളി തുള്ളിയായിട്ട് നാക്കിൻ തുമ്പിലേക്ക് ഇറ്റിക്കുന്ന അവസരത്തില് വായ്ക്കൊക്കെ മുഴുവൻ വെള്ളം നിറയുന്നതും പതിയെ അത് തൊണ്ടക്കുഴിയിലൂടെ ഇറങ്ങുന്നതും ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക. നേരത്തെ തണുപ്പുണ്ട്, നേരത്തെ പുളിപ്പുണ്ട്. നമ്മുടെ വായ്ക്കകം മുഴുവൻ വെള്ളം നിറയുന്നതും രസമുകുളങ്ങൾ അതിൻ്റെ ഏറ്റവും പീക്ക് ടേസ്റ്റിലെത്തുന്നതും ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക. അവസാന തുള്ളിയും പിഴിഞ്ഞു ഒഴിച്ചതിന് ശേഷം പതിയെ വായ്ക്കകം നിറഞ്ഞ് വെള്ളമിറക്കിക്കൊണ്ട് ബാക്കി വന്ന് ചെറുനാരങ്ങത്തുണ്ട് അവിടെ തന്നെ വെച്ചുകൊണ്ട് പതിയെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരിക. പതിയെ നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വരിക. നിങ്ങളുടെ വായ്ക്കകത്ത് ഇപ്പോഴും ചെറുനാരങ്ങയുടെ പുളിപ്പും ആ തണുപ്പും വായിൽ വെള്ളമൂറിയതുമെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ആസ്വദിച്ച് അനുഭവിച്ച് അറിയാനാവുന്നുണ്ട്. പതിയെ പതിയെ അടുത്തേക്ക് വരിക, നിങ്ങളുടെ തന്നെ അടുത്തേക്ക് വരിക. വളരെ വ്യക്തമായിട്ട് വളരെ ശാന്തമായ മുഖഭാവത്തോടെ അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഒരു സ്വല്പം നേരം നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഒരു നിമിഷം കഴിഞ്ഞതിന് ശേഷം ഒന്ന് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കയറുക. വാവ്, എത്ര രസകരമായിട്ടാണ് ഇപ്പോഴും നാക്കിൻ തുമ്പിൽ ആ പുളിപ്പും ആ തണുപ്പും ഇപ്പോഴും വായു വെള്ളമൂറുന്ന അവസ്ഥയും ഉണ്ടത്. വ്യക്തമായിട്ട് ആസ്വദിച്ചുകൊണ്ട് ഒരു നിമിഷം മനസ്സും ശരീരവും ഒരേപോലെ റിലാക്സ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത സന്തോഷവും സമാധാനവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പതിയെ സമയമെടുത്തുകൊണ്ട് കണ്ണുകൾ തുറക്കാം. വളരെ പതിയെ സമയമെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. എത്ര പേര് വായിൽ വെള്ളം വന്നു? ഇനി വന്നില്ലേ? മ്യൂട്ടൊന്ന് മാറ്റാം. എല്ലാവരും ഓക്കെ ആണല്ലോ? കഴിഞ്ഞു എണിക്കോ. ഓക്കെ, വെള്ളം വന്നോ? ഓക്കെ, വായിൽ വെള്ളം വന്നോ? വെള്ളം വന്നില്ലേ? അറിഞ്ഞോ? അതെ, നാക്കൊന്ന് നിങ്ങളോട് പറഞ്ഞു എന്റെ വായിൽ വെള്ളം വന്നു. ഓക്കെ, ഞാൻ ഒരു ടൂളും യൂസ് ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഹിപ്നോട്ടിസ്റ്റ് കയ്യിൽ എപ്പോഴും കാണാം അല്ലെ, ഒരു വാച്ച് പോലത്തെ ഒരു സാധനം ടിക് 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 എന്ന് വെച്ചിട്ട് അടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോ അറിഞ്ഞ അവസ്ഥയെ പറയുന്ന പേരാണ് ട്രാൻസ്. ഞാൻ കൊണ്ടുപോയത് ട്രാൻസ് എന്ന അവസ്ഥയിലേക്കാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നല്ല പഴുത്ത ചെറുനാരങ്ങ എന്ന് പറഞ്ഞപ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റി അല്ലെ, മഞ്ഞ നിറത്തിലുള്ള, ഞാൻ കളർ പ്രത്യേകിച്ച് പറഞ്ഞു, മഞ്ഞ നിറത്തിലുള്ള നന്നായിട്ട് പഴുത്ത ചെറുനാരങ്ങ എന്ന് പറഞ്ഞപ്പം നിങ്ങൾക്കത് അനുഭവിച്ച് അറിയാനായിട്ടുണ്ട്. ഞങ്ങളിവിടെയൊക്കെ നല്ല മൂവാണ്ടൻ മാങ്ങ, മൂവാണ്ടൻ എന്ന് പറഞ്ഞാൽ അറിയോ? മൂവാണ്ടൻ മാങ്ങ, ഓക്കെ, അതിന്റെ ഞെട്ടി കളയാ, അല്ലെങ്കിൽ ഇങ്ങനെ ചുണക്കുണ്ടാവും, ആ ചുണപ്പൊന്ന് മുറിച്ച് കളയാ. എന്നിട്ട് ആ മൂവാണ്ടൻ നല്ല ചെനച്ച മൂവാണ്ടൻ മാങ്ങ കേട്ടോ, പഴുത്തിട്ടുമില്ല പച്ചയുമല്ല, അതിൻ്റെ ഇടയിൽ ഒരു ഓറഞ്ച് കളറിൽ വന്നത് മൂവാണ്ടൻ മാങ്ങയെടുത്ത് നന്നായിട്ട് ഇങ്ങനെ അണ്ടിയോട് ചേർത്ത് നല്ല കഴമ്പായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക ഓരോ പീസ്. എന്നിട്ട് അമ്മിയിൽ വെച്ചിട്ട് ആ കല്ലുകൊണ്ട് ഒന്ന് ചതച്ചിട്ട് അതിലൊരു തരി ഉപ്പും മുളകും അല്ലെ, ഓരോ കഷ്ണം എടുക്കണം എന്ന് പറയുമ്പോഴും നമ്മുടെ വായിൽ വെള്ളൂറ് കൊണ്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ വെള്ളൂറിനെ?
നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇതേ സമയം നമുക്ക് ഈ മാങ്ങയും പുളിയും ഒക്കെ തിന്നിട്ട്, അത് കോൽപ്പുളി ഇങ്ങനെ എടുത്ത തൊണ്ട് പൊട്ടിച്ച് നോക്കിയേ, ഒരു തൊണ്ടൊക്കെ പൊട്ടിച്ച പുളി എടുക്കുന്ന സമയത്ത് അല്ലെ അറിയാണ്ട് തന്നെ വായിൽ വെള്ളം വന്നു പോകും. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ എക്സ്പീരിയൻസ് ഒക്കെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയാത്ത ഒന്നിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെങ്കിലോ, നമുക്കറിയാത്ത ഒരു ഫ്രൂട്ടാണ് ഞാൻ പറഞ്ഞത്, ചെറുനാരൻ്റെ എനിക്ക് പകരം. ആർക്കെങ്കിലും എന്തെങ്കിലും ടേസ്റ്റ് തോന്നോ? ഇപ്പോൾ ചൈനീസ് ഫ്രൂട്ടായിട്ട് ഷിവാങ് എന്നൊരു ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞു. നല്ല ചുമന്ന കളറുള്ള ഷിവാങ്. നിങ്ങൾ ഒരു കഷ്ണം ഇതേപോലെയൊക്കെ പറഞ്ഞ് നിങ്ങളെ കൂടെ ഒരു കഷ്ണം മുറിച്ച് ഒരു കഷ്ണം വായിലിട്ട് നോക്കൂ, എന്താ ടേസ്റ്റ് അല്ലെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് എക്സ്പീരിയൻസ്ഡ് ആവില്ല. കാരണം അതിന്റെ ടേസ്റ്റ് നമ്മൾ ജീവിതത്തിൽ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞുണ്ടോ? അങ്ങനെ ഒരു ഫ്രൂട്ടിനെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അറിയുന്ന ഭാഷ എക്സ്പീരിയൻസ്ഡ് ആണ്, എക്സ്പീരിയൻസ് ആണ് അതിന്റെ ഭാഷ എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കാം നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെയും സബ് കോൺഷ്യസ് മൈൻഡിന്റെയും ലാംഗ്വേജ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. നമ്മൾ പലപ്പോഴും, ഞാൻ മുന്നേ പറഞ്ഞു, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഈശ്വരനാണ്. നമ്മൾ കുറച്ച് ഏജ് ആയവര് അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കണം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഭഗവാനെ എൻ്റെ ശ്വാസം മുട്ടൊന്ന് മാറ്റി തരണേ, കഴിഞ്ഞ 10 കൊല്ലമായി ഞാൻ നിന്റെ തിരുനടയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണേ, ഇതുവരയ്ക്ക് നീ കേട്ടില്ല, ഇനിയെങ്കിലും എൻ്റെ ഒരു പ്രാർത്ഥന കേൾക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞെന്താ? എൻ്റെ ശ്വാസം മുട്ടൊന്ന് മാറ്റി തരണേ. ഇതും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി 10 അടി നടന്നിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും നമുക്ക് ശ്വാസം മുട്ടി വലിച്ചിട്ടുണ്ടായിരിക്കും. അവര് 10 കൊല്ലമായിട്ട് അവർ ശ്വാസം മുട്ട് മാറിയിട്ടില്ല. എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഞാൻ മുന്നേ പറഞ്ഞു, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നമ്മുടെ ഈശ്വരൻ. ഹിന്ദുയിസത്തിൽ പറയുന്നുണ്ട് തഥാസ്തു എന്നൊരു ദേവത നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്ന്. ആരെങ്കിലും ഹിന്ദുസ് ഉണ്ടോ ഇവിടെ? ഒന്ന് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ. തഥാസ്തു എന്നൊരു ദേവതയുണ്ട്. നമ്മൾ എന്താണോ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്, മനസ്സിൽ പറയുന്നത്, തഥാസ്തു എന്ന ദേവത പറയും ഓക്കെ നീ ആഗ്രഹിക്കുന്നത് നടക്കട്ടെ എന്ന്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷ അറിയില്ല. കോൺഷ്യസ് മൈൻഡിലെ ഭാഷയാണ് വേർബൽ ആൻഡ് നോൺ വേർബൽ. നമ്മൾ പറയുന്ന ഈ സംസാരങ്ങളൊക്കെ കോൺഷ്യസ് മൈൻഡിന്റെ അടുത്താ. സബ് കോൺഷ്യസ് മൈൻഡിന് ഈ ഭാഷ അറിയില്ല. എനിക്ക് നന്നായിട്ട് ചൈനീസ് അറിയാം, ഞാൻ നന്നായിട്ട് ചൈനീസ് സംസാരിക്കും. പക്ഷെ ഞാൻ എത്ര നന്നായിട്ട് ചൈനീസ് സംസാരിച്ചു കഴിഞ്ഞാലും കേൾക്കുന്ന നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഞാൻ എത്ര നന്നായിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? പറയും ആ ഋഷ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി, ആരുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് പോയതാണാവോ അല്ലെ? നമുക്ക് അറിയില്ല. ഇതുപോലെയാണ് പല കാര്യങ്ങളും. നമ്മൾ കോൺഷ്യസ് മൈൻഡിനോട് സംസാരിക്കുന്ന അതേ ഭാഷയെടുത്ത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല ഇതെന്ത് ഭാഷ. കാരണം നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ അതിന്റെ ആ ഒരു ലാംഗ്വേജ് വെച്ചാണ്, അല്ലെങ്കിൽ അതിനെ ചൊല്ലിയാണ്, അതിനോടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ മനസ്സിനെ പറയാനാണ് നമ്മൾ സൈക്കോ തെറാപ്പിസ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലെ? മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. CBT, NLP, REBT, അതുപോലെ തന്നെ EFT, എന്ത് തന്നെ നിങ്ങൾ യൂസ് ചെയ്തോളൂ, സൈക്കോ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത് എന്തിനാ? മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാ. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് എന്ത് ഭാഷയാണ്? കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത്, വെർബലി ഓർ നോൺ വെർബലി. എൻ്റെ അടുത്ത് ഒരു 3-4 ദിവസം മുൻപേ കോട്ടയ്ക്കൽ നിന്ന് ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. TTCക്ക് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി ബോയാണ്. 4 വർഷമായിട്ട് CBT ചെയ്യുകയാണ് സോഷ്യൽ ആങ്സൈറ്റിക്ക് വേണ്ടിയിട്ട്. 4 വർഷമായിട്ട് വൺസ് ഇൻ എ വീക്ക് പോയിട്ട് ബിംസ് ഹോസ്പിറ്റലിൽ ആ കുട്ടി CBT ചെയ്യുന്നുണ്ട്. റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്. നമ്മൾ CBT പറയുന്ന സമയത്ത് നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് തോട്ട്സ് ആക്കും. കൃത്യമായിട്ട് അത് എഴുതും. പോസിറ്റീവായിട്ട് എഴുതില്ല. അതിൽ എത്ര കാര്യങ്ങൾ, ഇന്ന് ഞാൻ എത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കുമെന്ന് വെക്കും. എന്നിട്ട് നൈറ്റിൽ ചെയ്തു തീർത്ത കാര്യങ്ങളെ കുറിച്ച് എഴുതും. എത്ര കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ടെന്ന് നോക്കും. അത് നാളെ ഞാൻ ചെയ്യുമെന്ന് എഴുതും. നാളെയും ഇത് തന്നെ തദൈവ. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, CBT ആണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഹോംവർക്കില്ലേ? ഉണ്ട്. ചെയ്യാറുണ്ടോ കൃത്യമായിട്ട്? ഇല്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്ത?
ആദ്യത്തെ കുറച്ച് വട്ടമൊക്കെ ഞാൻ ചെയ്തു. പിന്നെ അത് കാണിക്കാൻ ചെല്ലുമ്പോൾ തെറാപ്പിസ്റ്റിനെ കാണിക്കാനായിട്ട് ഞാൻ പോണതിന് മുൻപേ തെറാപ്പിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ഏതൊരു സൈക്കോ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിലെ ഹോംവർക്കുകൾ തരുന്ന സമയത്ത് മനുഷ്യ സഹജമായ ഒരു മടിയുണ്ട് ഇല്ലേ? നമ്മൾ പണിയെടുക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? പണിയെടുക്കണ്ട എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതാണ് ഹിപ്നോതെറാപ്പി. നിങ്ങൾ ഒരു നമ്മുടെ മുന്നിലിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്, സബ്ജക്റ്റ് എന്നാ പറയാം നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്ക്, ക്ലയന്റിന് പറയുന്ന പേരാണ് ഹിപ്നോസിസ്. ഹിപ്നോതെറാപ്പിയിൽ പറയുന്ന പേരാണ്. ഈ ക്ലയന്റിന് അല്ലെങ്കിൽ സബ്ജക്റ്റിന് ഒരു പണിയെടുക്കണ്ട, റിലാക്സ് ആയിട്ട് ഒന്ന് കിടന്നു തന്നാൽ മാത്രം മതി എന്ന് നമ്മൾ പറയുള്ളൂ. ഹിപ്നോതെറാപ്പി അവിടെ വർക്ക് ചെയ്യും. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എപ്പോഴാണോ ഡൗൺ ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വേക്കപ്പ് ചെയ്യും. അതിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കോൺഷ്യസ് മൈൻഡിന്റെ അടുത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും കുറച്ച് സമയം, ഒരു 2 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ മാത്രമാണ് നമ്മൾ പറഞ്ഞത് കറക്റ്റായിട്ട് അതേപോലെ ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് വരുള്ളൂ. അത് കഴിഞ്ഞാൽ മറന്നുപോകും. നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ അയ്യോ ഞാൻ എവിടെ വെച്ച് നിർത്തിയത് മറന്നുപോയില്ലോ എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? എല്ലാവരും പോയോ പഠിച്ചോനെ? എല്ലാവരും ഉണ്ടല്ലോ അപ്പുറത്ത്? ഇനി ഇങ്ങോട്ട് അല്ല എല്ലാവരും ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കേൾക്കുമ്പോൾ ഒരു രസമില്ല, അല്ലാണ്ട് ഇങ്ങനെ പർദ്ദ ഇട്ട പോലെ ആരും മിണ്ടാതാകുമ്പോൾ ഒരു രസമില്ല, അതാണ്ടാ. ഓക്കെ, നമ്മൾ പലപ്പോഴും പറയുന്ന കോൺഷ്യസ്ലി പറയുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും അയ്യോടാ ഞാൻ എന്തിന്റെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നേ? നമ്മൾ ചോദിച്ചുവോ? എന്തുകൊണ്ടാ? കോൺഷ്യസിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ മെമ്മറി പവർ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ആണ്, ഷോർട്ട് ടൈം മെമ്മറിയാണ്, ടെമ്പററി ആണ് അതിന്റെ മെമ്മറി പവർ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ മെമ്മറി പവർ ലൈഫ് ലോങ് ആ, പെർമനന്റാ. എന്ത് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തോ അത് ജന്മം പോയാൽ മറക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ സൈക്കിൾ ചവിട്ടാൻ എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ആദ്യം 1-2 റൗണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാവും, പിന്നെ നമ്മൾ കൃത്യമായിട്ട് സൈക്കിൾ ചവിട്ടിയിരിക്കും അല്ലെ? ആദ്യം ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എന്താ ചെയ്യാ? നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ കുനിഞ്ഞൊന്ന് നോക്കും, എവിടെയാണ് ആക്സിലേറ്റർ, എന്താണ് ബ്രേക്ക്, എവിടെയാണ് ക്ലച്ച് അല്ലെ? ഇടയ്ക്ക് എങ്ങാനും ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞു മിണ്ടാണ്ട് നിൽക്കട്ടോ, എന്റെ കോൺസെൻട്രേഷൻ പോവാണ്, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, മിണ്ടാതെ നിൽക്കോ, പാട്ട് വെക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ? അതിന്റെ ഇടയിൽ ബ്രേക്ക് ചവിട്ടടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് എവിടെയാ നോക്കണം. പിന്നെ നമ്മൾ എന്താവും? നമ്മൾ കയറിയിരിക്കും, സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകും. പാട്ട് വെച്ചാലും കുഴപ്പമില്ല, ബഹളം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം എന്താ? നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡില് പറഞ്ഞ് അല്ലെങ്കിൽ ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്തു, മറക്കില്ല. അപ്പോ അതിന്റെ മെമ്മറി പവർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് മെമ്മറി പെർമനന്റാ. എന്ത് കൊടുത്താലും അവിടെ അച്ചിട്ടായിട്ട് അവിടെ കിടന്നോളും. അത് കഴിഞ്ഞു. ഇനി അതിന്റെ ഭാഷ അറിയണം, ലാംഗ്വേജ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞു വെർബൽ ആൻഡ് നോൺ വെർബലാ അല്ലെ? ഭാഷ എങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെർബലി ഞാൻ സംസാരിച്ചു. ഇതല്ലാതെ നമ്മൾ പലയിടത്തും സംസാരിക്കാറുണ്ട് അല്ലെ? കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണിക്കും. നമ്മൾ എന്തെങ്കിലും വീട്ടില് കൈയും കണ്ണും കാണിച്ച് പറയും, ഇത് പറഞ്ഞാലും അതിന് മനസ്സിലാവും. കോൺഷ്യസ്ലി നമുക്കറിയാം. സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടുത്ത് നിങ്ങൾ ഈ ഭാഷ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല, അതിനറിയില്ല. അതിനാകെ കൂടി അറിയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് മാത്രം. അതറിയുന്ന കാരണന്മാർ നമ്മളൊരു വേർഡ് പഠിപ്പിച്ചു, ലോകോ സമസ്തോ സുഖിനോ ഭവന്തോ എന്ന് പഠിപ്പിച്ചു അല്ലെ? പലപ്പോഴും നമ്മുടെ അടുത്ത് പറയാനും നമ്മൾ പ്രവർത്തിക്കാനും അതൊക്കെ നോക്കി. പക്ഷെ രാവിലെ നമ്മൾ വീട്ടമ്മമാര് രാവിലെ എണീച്ച് ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ ആദ്യം വിചാരിക്കുമ്പോ പടച്ചോനെ ഇന്ന് രാവിലെ എന്ത് വെക്കും? പുട്ടും കടലയും വേണം, പുട്ടും പഴം വേണം, ഒരുത്തിന് പുട്ടും ചായയും വേണം. ഓക്കെ, ഇന്നലെ ഇഡലി ഉണ്ടാക്കിയ, മിഞ്ഞാന്ന് നൂൽപുട്ടായിരുന്നു, ഇന്ന് എന്ത് വെക്കും അല്ലെ? നമ്മൾ നോർമലി ആലോചിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയല്ലേ? പിന്നെ ഇന്ന് എന്തൊക്കെ വർക്കുകൾ ചെയ്യാനുണ്ട്, അയ്യോ പഠിച്ചോനെ ഇന്ന് ചെന്നിട്ട് വേണം. ഇതാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. അവിടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷയ്ക്ക് ഒന്നും സംസാരിക്കുന്നില്ല. ഭാഷയുണ്ടോ? സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടുത്തൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. മൈൻഡിന്റെ ഭാഷ എന്ന് പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷ എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. നിങ്ങളെ ഇപ്പൊ കൊണ്ടുപോയ ഭാഷ, നിങ്ങളോട് ഞാൻ സംസാരിച്ചത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടുത്താണ്. കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിന്റെ കാര്യത്തിലൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോയത്. ടേസ്റ്റ് ചെയ്യിപ്പിച്ചു ഹിപ്നോസിസ് എന്താണ് ട്രാൻസ്. എന്ത് കാര്യവും
നമ്മുടെ മനസ്സിൽ സുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അറിയാം, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അസുഖം അറിയാം, ബുദ്ധിമുട്ടറിയാം, കഷ്ടപ്പാടറിയാം, ഹാപ്പി അറിയാം, ഗ്രീഫ് അറിയാം. എന്ത് കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്ത് കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡ് അറിയാം. പക്ഷെ ഡു ഓർ ഡോണ്ട് ആ ഭാഷ അറിയില്ല. ഞാൻ മുന്നേ പറഞ്ഞ ആ വയസ്സായ ആ സ്ത്രീയുടെ അടുത്തേക്ക് തന്നെ പോവാം. 10 വർഷമായി ഭഗവാനെ കൃഷ്ണ ഞാൻ നിന്റെ മുന്നിൽ വന്നിട്ട് ശ്വാസം മുട്ട് മാറ്റി തരണമെന്ന് പറയുന്നു. ഇന്ന് വരെ മാറിയിട്ടില്ല. നമ്മൾ പല പ്രാർത്ഥനകളും അങ്ങനെയാ. പല പ്രാർത്ഥനകളും നമ്മൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടന്നു കണ്ടില്ല. കാരണം ഇത്രയേ ഉള്ളൂ, നമ്മൾ പറയുന്ന ലാംഗ്വേജ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയുന്നില്ല. അത് കേൾക്കുന്നത് ശ്വാസം മുട്ട് എന്ന് മാത്രമാണ്. മാറ്റിത്തരണം എന്നുള്ള ഭാഷ അതിന് വശമില്ല. അവിടെ 2 or 3 പ്രാവശ്യം നമ്മൾ പറഞ്ഞു ശ്വാസം മുട്ട്, ശ്വാസം മുട്ട്. ഓക്കെ, ശ്വാസം മുട്ട് ചോദിച്ചു, ഞാൻ കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ആയാലും മറ്റുള്ള കാര്യങ്ങളും പറയാറുണ്ട്. വിഷൻ ബോർഡ് തയ്യാറാക്കാൻ പറയാറുണ്ട് അല്ലെ? വിഷൻ ബോർഡ് നമ്മൾ എഴുതി വെക്കാറുണ്ട്. വിഷൻ ബോർഡ് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ നടന്നു? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ഫിലിം കണ്ടവർക്ക് അറിയാം. കണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതിലെ നായകൻ 3 കാര്യങ്ങൾ അവിടെ വിഷൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 10ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് നായകനെ നമ്മൾ കണ്ടുമുട്ടണേ അല്ലെ? ഒരു കള്ളനായി അഭിനയിച്ചുകൊണ്ടാണ് അയാൾ വരുന്നത്. വിഷൻ ബോർഡിൽ എഴുതി വെച്ചിട്ട് എനിക്ക് സൗത്ത് ഇന്ത്യൻ സിനിമയിലെ നായകനാവണം, 1ാമത്തെ കാര്യം. 2, വെളുത്ത സുന്ദരിയായ ഒരു പെണ്ണിനെ പ്രണയിച്ച് കല്യാണം കഴിക്കണം. 3ാമത്തെ കാര്യം, എൻ്റെ അച്ഛനെ നന്നായിട്ട് നോക്കണം. പിന്നീട് സിനിമയിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അവരെ കാണിച്ചു തരും. അയാൾ കല്യാണം കഴിച്ചിട്ട് ഒരു 25 വയസ്സ് 26 വയസ്സിൽ അയാൾ വീണ്ടും നമുക്ക് കാണിച്ചു തരുമ്പോൾ അയാൾ സിനിമയിൽ വീണ്ടും കള്ളൻ തന്നെയാ അല്ലെ? അയാൾ സ്നേഹിച്ചിരുന്ന വെളുത്ത സുന്ദരിയായ പെണ്ണിനെ അയാൾ കെട്ടിയോ? ഇല്ല. അച്ഛന്റെ കാര്യം പോട്ടെ, നമ്മളത് നോക്കുന്നില്ല എന്ന് വിചാരിക്കും. അച്ഛൻ അയാൾ സന്തോഷമായിട്ട്, പണം ഉണ്ടായാലും ഇല്ലെങ്കിലും അച്ഛൻ സന്തോഷമായിട്ട് അയാൾ നോക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഈ വിഷൻ ബോർഡ് ആ സിനിമയിൽ പലവട്ടം കാണിക്കുന്നുണ്ട്. അയാൾ അത് മറിച്ചു നോക്കുന്നത് 1, 2, 3 രാവിലെയും വൈകിട്ടും കിടക്കുന്നതിന് മുൻപേ നോക്കിയിട്ട് 10 വർഷത്തെ അയാളുടെ ജീവിതത്തിന് ഇടയ്ക്ക് അയാൾ നേടിയെടുത്തോ അയാൾ ആഗ്രഹിച്ച വല്ല കാര്യങ്ങളും ഉണ്ടോ? ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം നമ്മൾ വെർബലായിട്ട് എഴുതി വെച്ച കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല. നിങ്ങൾക്കത് സാധിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷ പഠിക്കണം, അതിന്റെ ലാംഗ്വേജിൽ പറയണം. എനിക്ക് 10 രൂപ കിട്ടണമെന്ന് ഞാനിപ്പോ ടോമി സാറിന്റെ അടുത്ത് പോയിട്ട് ഉറുദുവിൽ പറഞ്ഞ കിട്ടുമോ? ഇല്ല. ടോമി സാറിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ടോമി സാറിനും കൂടി അറിയുന്ന ഭാഷയിൽ സംസാരിക്കണം. എന്നാലും കിട്ടില്ല. ഓ, അത്രയും കൊള്ളൂലാന്ന് അല്ലെ? പടച്ചോനെ, അത് വളരെ നന്നായിട്ട് മുന്നേ പറഞ്ഞത് നന്നായിട്ട്. ഒരു 1000 രൂപ കടം ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, വിട്ട്. ഞാൻ വേറെ എന്റെ ജോസഫ് മാഷ് തരും എനിക്ക്. പോയാണാവോ? നല്ല മനുഷ്യനാ. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ പലപ്പോഴും പറയല്ലേ, ഞാനിപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, ഇപ്പം വീണ്ടും സെലീന മാഷിന്റെ അടുത്ത് പോയി. ഞാൻ ചെന്നു, പരിചയപ്പെടുത്തി, റിഷ, ഞാൻ അന്ന് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, എന്നെ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ വേഗം കേറിയിരിക്കെ റിഷ, എന്താ കുടിക്കാൻ വേണ്ടേ? ഞാൻ പറയും, ഒരു ഗ്ലാസ് വെള്ളം വേണം. ഞാൻ പറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളം എന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. ചെല്ലുമ്പോ കാണാം, ചിലപ്പം ഫ്രിഡ്ജിൽ നോക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ടായിരിക്കും. മക്കൾ ആരെങ്കിലും കലക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നോക്കുമ്പോൾ രാവിലെ ജീരക വെള്ളമോ കരിങ്കാലി വെള്ളമോ അടപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരിക്കും. അപ്പുറത്ത് വെറുതെ കുപ്പിയിൽ വെള്ളം വെറുതെ വെച്ചിട്ടുണ്ടായിരിക്കും. സംശയമായി. ദിശ ഇപ്പം മഴയാണ്, അവൾ കയറി വന്നപ്പോൾ ചൂടുവെള്ളം കൊടുക്കണം, അതായത് കരിങ്കാലി വെള്ളം കൊടുക്കണം, ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളം കൊടുക്കണം, അതല്ല കുപ്പിയിലിരിക്കുന്ന വെള്ളം മതിയാ? ഇനിയിപ്പോ നല്ല മഴ പെയ്യാണ്, ചായ വേണോ? കിച്ചണിൽ നിന്നിട്ട് സെലീന മാഷ എന്നെ വിളിക്കും, റിഷ നിനക്ക് എന്ത് വെള്ളം വേണ്ടേ? എന്തുകൊണ്ടാ അത് ചോദിക്കേണ്ടി വന്നത്? ഞാൻ പറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളം എന്നാ. ആ വെള്ളത്തിന്റെ പ്രത്യേകതകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് ഞാൻ വന്ന് കയറിയപ്പോ പറയാണ്, മാഷെ എനിക്കൊരു നല്ല തണുത്തിട്ട് പ്ലെയിൻ വാട്ടർ മതി കേട്ടോ, നല്ല തണുത്ത വെള്ളം തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുപ്പി തണുത്ത വെള്ളം എടുത്ത് ഒരു ഗ്ലാസും കൊണ്ടുവന്ന് വെള്ളം എനിക്ക് തരും. ഞാൻ കുടിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ
മാഷ് വീണ്ടും എന്നോട് ചോദിക്കും, ഒരു ഗ്ലാസ് കൂടി വെള്ളം എടുക്കട്ടെ രിഷ? ഞാൻ ചോദിച്ചത് എന്താ? ഒറ്റ ഗ്ലാസ് വെള്ളമാണ് എനിക്ക് തന്നത്. എന്താ? ഇതാണ്. ചിലർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം കൊടുക്കും. ചിലർക്കാണ് ഈ കിട്ടുന്നത് മുറിക്കിൻ പൂവാവും. കാരണം മനസ്സിലായില്ലേ? നമ്മൾ അതിന്റെ ഭാഷയിൽ സംസാരിക്കണം. ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷയിൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. നിങ്ങളൊരു വിഷൻ ബോർഡ് തയ്യാറാക്കിയിട്ട് 100 കൊല്ലം ഇരുന്നിടത്ത് ഇരുന്നു കൊണ്ട് 100 പ്രാവശ്യം ജപിച്ചോളൂ, നിങ്ങളിലേക്ക് ഒന്നും വരില്ല. നിങ്ങൾക്കൊന്നും നേടിത്തരാനാവില്ല. കാരണം എന്താ? ഈ പറയ ജൽപ്പനങ്ങളേ ഉള്ളൂ. പകരം നിങ്ങൾ അതൊന്ന് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷയായ വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, വിഷ്വലൈസേഷൻ, ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ ഓർത്ത് അതേപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ സ്വയം ഒരു മാഗ്നറ്റായി മാറുന്നത് കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഈ മോട്ടിവേഷൻ ടോക്സിലൊക്കെ കേട്ടില്ലേ, ഒരു നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമ്മുടെ മനസ്സൊരു മാഗ്നറ്റ് ആണ്. നെഗറ്റീവിനും പോസിറ്റീവിനും ഒക്കെ അത് ആകർഷിച്ചുകൊണ്ടേയിരിക്കും, അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. പക്ഷെ എപ്പോഴാണോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാഗ്നറ്റായി തീരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഭാഷ പഠിച്ചെടുക്കുമ്പോഴാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും നമ്മുടെ കോൺഷ്യസ് മൈൻഡാ. പ്ലാനിങ് കോൺഷ്യസ് മൈൻഡാ. നാളെ രാത്രി ഇന്നലെ ഞാൻ വിചാരിക്കുകയാണ് നാളെ 7 മണിക്ക് എനിക്ക് ക്ലാസ്സിൽ കയറണം. ഞാൻ ജോസഫ് മാഷിന്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ ക്ലാസ് എടുത്തോളാന്ന്. കൃത്യമായിട്ട് കയറണം. ഞാൻ പ്ലാൻ ചെയ്തു. 7 മണിക്ക് മുൻപേ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. ഞാൻ 7 മണിക്ക് ഇതിൽ കയറി. പ്ലാനിങ് നടക്കുന്നത് പലപ്പോഴും നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ്. പക്ഷേ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് മനുഷ്യനിൽ ക്രിയേറ്റ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാ. ഒരു നായ്ക്കുട്ടി ഓടി വന്നാൽ നിൽക്കണോ അതോ പോണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മുന്നത്തെ എക്സ്പീരിയൻസാ അല്ലെ. കഴിഞ്ഞ വട്ടം നായക വന്നപ്പം അല്ലെങ്കിൽ പട്ടിക്കുട്ടി ഓടി വരുന്ന സമയത്ത് ഞാൻ ഓടി മരത്തിന്മേൽ കയറി. ഇപ്പൊ മരം ഒന്നും കാണാറില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു കല്ലെടുക്കണോ ഒരു വടിയെടുക്കണോ? തീരുമാനം എന്റെയാ. അതെങ്ങനെ കിട്ടുന്നത്? കോൺഷ്യസ് മൈൻഡ് അല്ല അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, സബ് കോൺഷ്യസ് മൈൻഡാ. അതിന്റെ ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അസാധ്യമായത് എന്തൊക്കെയാണോ അതൊക്കെ നമ്മുടെ മുന്നിലേക്ക് സാധ്യമാക്കി തരും. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളത്. അങ്ങനെ അസാധ്യമായി ചരിത്രം കുറിച്ചവരൊക്കെ തൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ വിലയറിഞ്ഞവരാണ്, അതിന്റെ ഭാഷ പഠിച്ചവരാണ്. ഡോക്ടർ അബ്ദുൽ കലാം നമ്മുടെ അടുത്ത് പറഞ്ഞു, ഉറങ്ങിക്കെടുക്കുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങൾ ഉണർന്നിരുന്ന് കാണുന്നതാണ് സ്വപ്നം. നമ്മളൊക്കെ ഉണർന്നിരുന്ന് സ്വപ്നം കാണാനായിട്ട് പഠിച്ചു. ഇതുവരെയും ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല. ഉണർന്നിന്ന് കാണുക എന്ന് പറഞ്ഞത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷ പഠിക്കാനും ആ രീതിയിലോട്ട് മനസ്സിനെ സ്ഫുടം ചെയ്യാനുമാണ്. സ്വയം ഒരു മാഗ്നറ്റ് ആവുക എന്നുള്ളതാണ്. അവിടെയാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രസക്തി കിടക്കുന്നത്. നമ്മൾ പറയേണ്ടതും അറിയേണ്ടതും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കേണ്ടതും ഒക്കെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷയിലാണ്. അവിടെ വെച്ചാണ് നമ്മൾ സ്വയം തിരിച്ചറിയുന്നത്, എന്താണ് ഞാൻ, ആരാണ് ഞാൻ എന്നല്ല. ആരാണ് ഞാൻ? ഞാൻ രിഷ റഷീദാണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്. എന്താണ് ഞാൻ? എന്താണ് സലീമ മാഷെ? എന്താണ് സലീമ മാം ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. ആരാണ് എന്നല്ല, എന്താണ് സലീമ മാം? എന്താ പറയാ നമ്മള്? ആരാണ് എന്നതിന്റെ ഉത്തരങ്ങൾ നമുക്ക് പലപ്പോഴും കിട്ടും അല്ലെ. ഇവിടെ വിജയൻ മാഷുണ്ട്, ഒന്ന് പറയാവോ? എന്താ? ടോമി മാഷുണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട്. എല്ലാവരും വായടച്ചിരിക്കുകയാണ്. ദേഷ്യമൊന്നുമില്ല എന്നോട്. നമ്മൾ ആദ്യമായിട്ടാ പലരും കാണണേ. കുറച്ചു പേരെ മാത്രമേ ഞാൻ മുന്നേ കണ്ടിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, പറയൂ മാഷെ. എന്താണ് വിജയൻ മാഷ്? ആരാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാ അല്ലെ? ഈസിയാണ്. ആരാണ് ഞാൻ എന്ന് പറയാൻ. എന്താണ് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ എന്താ? അത് മാഡം എനിക്ക് തോന്നുന്നു, അത് എൻ്റെ ഒരു ഫീലാണ്, അത് ഒരു സയന്റിഫിക് ബേസ് ഉള്ള ആളോട് ചോദിച്ചാൽ അയാള് അത്തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ തരും. ഫിലോസോഫിക്കൽ ലെവലിലെ ഒരാളോട് ചോദിച്ചാൽ ആ ഒരു റേഞ്ച് എക്സ്പ്ലനേഷൻ തരും. അതാ റിസീവറെ പെർസെപ്ഷൻ അനുസരിച്ചിട്ട് ഓരോ എക്സ്പ്ലനേഷൻ അടുക്ക് തരും. മാഷ എന്താന്ന് ചോദിച്ചാൽ മാഷ എന്ത് പറയും? ഞാൻ എന്താണെന്ന്
ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതന്നെ പണ്ട് പപ്പു പറഞ്ഞ പോലെ, നീ ആരാണെന്ന് നിനക്കറിയില്ല, നീ എന്നോട് ചോദിക്കേ. ഞാൻ പറഞ്ഞുതരാം നീ ആരാണെന്നും പിന്നെ ഞാൻ ആരാണെന്നും പറഞ്ഞു തരും. അതേപോലെ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ മാഷെ. നമ്മുടെ ക്വാളിറ്റിയാണ് ഞാൻ എന്താണ് എന്ന് പറയുമ്പോൾ, എന്റെ ക്വാളിറ്റി. അത് പറയുന്നത് പലപ്പോഴും നമ്മളാവില്ല, മറ്റുള്ളവരാണ്. ഇതിപ്പോ പറഞ്ഞില്ലേ, പാവം ടോമി മാഷിന്റെ അടുത്ത് ഞാനൊരു കടം ചോദിക്കാന്ന് പറയുമ്പോഴത്തേന് അടുത്ത ആള് വീശി. ഇതാണ് നമ്മൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ. എൻ്റെ അടുത്ത് കുറെ കൗൺസിലിംഗ് കോഴ്സസ് ഉണ്ട്, സൈക്കോളജി ബേസ്ഡ് ആയിട്ട് കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട് കുറെ. അപ്പൊ നോർമലി എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നവരോട് ഞാൻ സൈക്കോളജിയും ഹിപ്നോസിസ് ഒക്കെ ചോദിക്കുമ്പോൾ, അവർ പഠിക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇപ്പോൾ ഇത് പഠിക്കാൻ വരുന്നത്? അത് നമ്മുടെ അടുത്ത് വരുന്നത് ഡോക്ടേഴ്സ് ആയിരിക്കും, സൈക്കോളജിസ്റ്റുകളായിരിക്കും, ജഡ്ജസ് പോലും വരാറുണ്ട് നമ്മുടെ അടുത്ത്, അഡ്വക്കേറ്റ്സ്, അങ്ങനെ ഹൈലി പ്രൊഫൈൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കും, നോർമലി നിങ്ങൾക്കൊരു പ്രൊഫഷൻ ഉണ്ട്, എന്തിനാണ് സൈക്കോളജി ഹിപ്നോസിസ് ഒക്കെ പഠിക്കുന്നത്? അതല്ലെങ്കിൽ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ നോർമലി പറയുന്ന കാര്യമാണ്, എനിക്കത് പഠിച്ചെടുത്തിട്ട് മാം എനിക്ക് ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാനിത് പഠിക്കുന്നു. ഓക്കെ, ഞാനൊന്നും മറുപടി പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. വളരെ റെയർ ആയിട്ട് മാത്രമാണ് എൻ്റെ അടുത്ത് ഒരു ഉത്തരം കേട്ടത്. 1-2 പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാനടക്കം. സൈക്കോളജിയും ഹിപ്നോസിസും പഠിക്കുന്നത് അവനവന് വേണ്ടിയാണ്. സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ അറിയും നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, നമ്മുടെ മെക്കാനിസം എന്താണ്, ഡിഫൻസീവ് മെക്കാനിസം എന്താണ്, നമ്മുടെ വാക്കിംഗ് സ്റ്റൈൽ, പോസ്ചർ, അതിനൊക്കെ ഓരോരോ കഥകളുണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും, സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ആദ്യം തിരിച്ചറിയുന്നത് നമ്മൾ എന്താണ് എന്നുള്ളതാണ്, ഞാൻ ആരാണ് എന്നുള്ളതല്ല, നമ്മൾ എന്താണ്. ആ എന്തിൽ നിന്നും എന്തിലേക്ക് നമുക്ക് നമ്മളെ കൊണ്ടുപോകണം. നമ്മുടെ ഉള്ളിലാണ് എല്ലാ ട്രാൻസ്ഫോർമേഷനും നടക്കുന്നത്. ഹിപ്നോസിസ് നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം മാറ്റം വരുത്തുന്നത് നമ്മളിലാണ്, നമ്മളാണ് മാറുന്നത്. ഓരോ ദിവസവും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും ട്രാൻസിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഓരോ വട്ടവും നമ്മൾ മെന്റൽ ഹെൽത്തിൽ ഒരു പടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ കേൾക്കുന്നത് റിലാക്സ് എന്നുള്ള വേർഡാണ്. നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് റിലാക്സ് ചെയ്യുകയാണ്. നമ്മളൊരു 30-35 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓരോ സെല്ലിനും ഡീഗ്രേഡ് ചെയ്തു തുടങ്ങും അല്ലെ. നമുക്ക് അവയെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ഉള്ള സെല്ലുകളെ നമുക്ക് വീണ്ടും റീഫ്രഷ് ചെയ്തെടുക്കാനായിട്ട് ട്രാൻസ് സഹായിക്കും. നോർമലി നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് സൈക്കോ തെറാപ്പിയും ഹിപ്നോ തെറാപ്പിയും തമ്മിലുള്ള വ്യത്യാസം? ടൈം ആയോ മാം? ടൈം ആയോ? ഓക്കെ, എന്നാ ഞാൻ കഴിഞ്ഞു. ഓക്കെ, ഒരൊറ്റ വാക്കിൽ ഞാൻ വ്യത്യാസം പറയാം. ഞാൻ സൈക്കോ തെറാപ്പിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സൈക്കോ തെറാപ്പി. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഹിപ്നോ തെറാപ്പിയാണ്. എന്തുകൊണ്ടാണ് സൈക്കോ തെറാപ്പിയെ കൈവിട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സൈക്കോ തെറാപ്പി യൂസ് ചെയ്യാതെ സൈക്കോളജിസ്റ്റായ നിങ്ങൾ ഹിപ്നോ തെറാപ്പിയുടെ പിറകെ പോയത്? കാരണം ഓരോ സൈക്കോ തെറാപ്പീസും പറയുന്നത് കോൺഷ്യസ്ലി ആണ്. നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന ക്ലയൻസ് എഫേർട്ട് എടുത്തേ മതിയാവുള്ളൂ. നിങ്ങൾ NLP 3 ലെവൽ, 3rd ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 മാസം കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് റിഫ്രഷ് കോഴ്സിന് ചേരണം എന്ന് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. ഇല്ലേ, സൈക്കോ തെറാപ്പിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ടെങ്കിൽ ആർക്കറിയാം. CBT ചെയ്യുകയാണെങ്കിൽ, REBT ചെയ്യുകയാണെങ്കിൽ, NLP ചെയ്യുകയാണെങ്കിൽ, ഏതൊരു സൈക്കോ തെറാപ്പിയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യണം. കാരണം ഇതൊക്കെ നിങ്ങൾ NLPയിൽ ആങ്കറിങ് ചെയ്ത് നിങ്ങൾ ശീലിച്ചു. ആങ്കറിങ്, ഞാൻ ഈ പോയിന്റ്, എൻ്റെ പ്ലഷർ പോയിന്റ് ആങ്കർ ചെയ്തു വെച്ചു. കുറച്ച് നാളുകളൊക്കെ എനിക്ക് ഇതിന്റെ റിസൾട്ട് പക്ക കിട്ടും. ഒരു 5-6 മാസം ഞാനിത് ചെയ്യാതിരുന്നു, വിട്ടുപോയി. പിന്നീട് ചെയ്തു കഴിഞ്ഞാൽ ആ പ്ലഷർ ഈ പോയിന്റിൽ വരില്ല, ആങ്കറിങ് വരില്ല. പക്ഷെ നിങ്ങൾ ഹിപ്നോ തെറാപ്പി പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹിപ്നോസിസിലേക്ക് പോയിട്ടാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടുത്താണ് നിങ്ങൾ ഓർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, 10 മാസമല്ല 10 കൊല്ലം കഴിഞ്ഞോട്ടെ, നിങ്ങൾക്ക് ആ ഫോമിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. സൈക്കിൾ ചവിട്ടുന്ന പോലെ സൈക്കിൾ ചവിട്ട് 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കില്ല. 1-2 പ്രാവശ്യം ഒന്ന്
കാലുകുത്തും, പിന്നീട് നിങ്ങൾ സുഖമായിട്ട് ചവിട്ടിക്കൊണ്ടു പോകും. ഇതുപോലെ തന്നെയാണ് ഹിപ്നോ തെറാപ്പി പഠിച്ചാലും. ഹിപ്നോ തെറാപ്പിയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഭാഷയിൽ അതിലേക്ക് പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെ ഹിപ്നോസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കാരണം ഹിപ്നോസിസ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. നമ്മളൊരു ബസ്സിൽ കയറി പാട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. എങ്കിലും ദൂരയാത്ര ആണെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് വെക്കും. ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ റോട്ടിലൂടെ നോക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരിക്കാം, വീടുകളെ ഒരുപാതിരിപ്പെട്ട വീടുകളെയൊക്കെ നമ്മൾ നോക്കി നോക്കി കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം, വാഹനങ്ങൾ പോകുന്നുണ്ടായിരിക്കാം, ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതൊക്കെ കേൾക്കുന്നെങ്കിലും നമ്മൾ മൈൻഡിൽ വേറെ ഏതോ ലോകത്താണ് അല്ലെ. പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇടുമ്പോഴോ അല്ലെങ്കിൽ കണ്ടക്ടർ വന്നിട്ട് ചേട്ടാ ഇവിടെയല്ലേ പറഞ്ഞത് സ്റ്റോപ്പായി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഞെട്ടിയണിക്കുന്നത്. നമ്മൾ കണ്ണുകൾ തുറന്നു വെച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരിക്കും, പാട്ട് കേൾക്കുന്നുണ്ടായിരിക്കും, പോരാത്തതിന് ബസ്സിന്റെ ബഹളം ഉണ്ടായിരിക്കാം, ബസ്സിലും പാട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം. എങ്കിലും നമ്മുടെ മനസ്സ് ഒരു നിമിഷത്തേക്ക് വേറെ എങ്ങോ പോയിട്ട് വരുന്നുണ്ടായിരിക്കും, റിലാക്സ്ഡ് ആയിട്ട് പോയി വരുന്നുണ്ടായിരിക്കാം. ഈ ട്രാൻസ് എന്ന് പറഞ്ഞത് നമ്മുടെ ലൈഫിൽ പലവട്ടം നമ്മൾ അനുഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സൈക്കോ തെറാപ്പി എന്നതിനേക്കാൾ കൂടുതൽ ഹിപ്നോ തെറാപ്പി സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഞാൻ പറയില്ല. ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ കണ്ട ഒരു കാര്യമാണ് നമ്മുടെ റാപ്പിഡ് ഇൻസ്റ്റ, അത് തന്നെയാണ് സ്റ്റേജ് ഹിപ്നോസിസ് തന്നെയാണ് മനസ്സിലാവും. പക്ഷെ ആസ് എ ട്രീറ്റ്മെന്റ് എന്ന നിലയ്ക്ക് ജനങ്ങളിലേക്ക് ഏറ്റവും പെട്ടെന്ന് OCD ആയിക്കഴിഞ്ഞാലും IBS ആയിക്കഴിഞ്ഞാലും ന്യൂറോട്ടിക് സൈക്കോട്ടിക് ആയിട്ടുള്ള മൈൽഡ് കാര്യങ്ങളായിക്കഴിഞ്ഞാലും നിങ്ങളെ ഫാമിലി പ്രോബ്ലംസ് ആയിക്കഴിഞ്ഞാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് ഹിപ്നോട്ടിക് തെറാപ്പി യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് അത് കോപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് ചിരിച്ചൂടെ മാഷെ? ജോസഫ് മാഷ് ഭയങ്കര എല്ലാരും ട്രാൻസ്ഫർ ആയി പോയി ആണോ? Okay. It was very nice. It was wonderful. സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവറൊക്കെ വളരെ സിമ്പിളാക്കി തന്നെ മാമ മനസ്സിലാക്കി തന്നു. ഡെയിലി ലൈഫിൽ കൂടെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെയാ നമ്മളത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ തോട്ട്സും എന്നുള്ളതൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കുറച്ച് ചെറുനാരങ്ങയും മൂവാണ്ടനും ഒക്കെ കഴിക്കുകയും ചെയ്തു. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻസൈറ്റ്സ് മാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയറിംഗ് ഉണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. രക്ഷിത മാം ഇത് ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ തിയറീസും കാര്യങ്ങളും എല്ലാം ട്രാൻസ്ലൊക്കെ കൊണ്ടുപോയി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാലും ജസ്റ്റ് ഒരു ദിവസമെങ്കിലും ഒന്ന് നേരിട്ട് വന്ന് ചെയ്യാനായിട്ട് ഞാൻ പറയും. ഒരു ദിവസമെങ്കിലും നമ്മുടെ അടുത്ത് ഫേസ് ടു ഫേസ് വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഒരൊറ്റ ദിവസമെങ്കിലും. അല്ലെങ്കിൽ ഓൺലൈനിൽ ചെയ്യാറുണ്ട്, കോഴ്സ് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ ഇത് പറയുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്നെ കൂടെ ഒന്ന് ആ ട്രാൻസിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഓക്കെ, നിങ്ങൾ എന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ വേർഡ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കാരണം ഹിപ്നോതെറാപ്പിയുടെ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു ലുലൂബി പോലെയാണ്, താരാട്ട് പാട്ട് പോലെ പറയണം എന്നാണ് പറയാം. നമ്മളൊരു ട്രാൻസിലോട്ട് അവരെ കൊണ്ടുപോകണം. അപ്പം അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. എന്നാലും എനിക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ കറക്റ്റായിട്ട്. അപ്പൊ എൻ്റെ അടുത്ത് വന്നിരുന്ന് എൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരൊറ്റ ദിവസമെങ്കിലും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൺലൈൻ ചെയ്യും. അത് ഇന്നപ്പോ എന്ന് പറയണ്ട. ഓക്കെ, ഹിപ്നോസിസും തമ്മിൽ വ്യത്യാസമുണ്ടോ അതോ ഒന്ന് തന്നെയാണോ? അല്ല, ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ഹിപ്നോസിസ് എന്നത് ട്രാൻസ് എന്നൊരു അവസ്ഥ. ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ടൂൾസിനെയാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളെ ട്രാൻസ്ലേറ്റ് എത്തിക്കാനായിട്ട് ഉപയോഗിച്ച ടൂള് ചെറുനാരങ്ങയാണ് അല്ലെ. ചെറുനാരങ്ങ മാഡത്തിന്റെ വോയിസ്, ടോണ്, സിമ്പിൾസ്, ചെറുനാരങ്ങ ഓൾ ടുഗദർ അല്ലേ ടൂളായിട്ട് വരുന്നത്. ഇത് NLP ഹിപ്നോസിസുമായിട്ട് ലിങ്ക്ഡ് ആണോ അതോ ടോട്ടലി ഡിഫറെന്റ് ആണോ എന്ന് അറിയോ മാഡം? നമ്മൾ ഏതൊരു സൈക്കോ തെറാപ്പീസും കോൺഷ്യസ്ലി ചെയ്യുമ്പോൾ ഹിപ്നോതെറാപ്പി മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. അത് സബ് കോൺഷ്യസ്ലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലൈഫ് ലോങ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്.
NLP ആയി കഴിഞ്ഞാലും CBT ആയി കഴിഞ്ഞാലും എല്ലാം ഏതൊരു സൈക്കോ തെറാപ്പിസും നമ്മൾ ചെയ്യുന്നത് കോൺഷ്യസ്ലി ആണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുണ്ട്. പക്ഷെ പലപ്പോഴും എഫേർട്ട് എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ക്ലയൻസ് ആരും അത് ചെയ്യാറില്ല. ട്രെയിനേഴ്സ് ഓഫ് കോഴ്സ് അവർ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോർമലി ചെയ്യില്ല. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെയാണ്, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ തന്നെയാണ് താല്പര്യം. അതുകൊണ്ട് ഡോക്ടർ, ഹിപ്നോട്ടിസത്തിന്റെ ടൂള് നമ്മളുടെ സെൻസറി ഓർഗൻസ് തന്നെ ആയി വരുന്ന സമയത്ത് അത് ഇപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് ആസ്വദിക്കണം, അത് അപ്പോഴും നമ്മളൊരു ഹിപ്നോട്ടൈസ് ആയി പോവും. എനിക്ക് മനസ്സിലായില്ല. നമ്മൾ കണ്ണുകൾ അടച്ച് വിഷ്വലൈസ് ചെയ്യാനാ പറയുന്നത്. കണ്ണുകൾ അടച്ച് അല്ലെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ചിലപ്പോ ആസ്വദിക്കുമ്പോ ചിലപ്പോ അടുത്ത് കൂടി ആര് വരണ്ടെന്ന് ഇപ്പൊ പ്രകൃതിനെ ഇതാക്കി നോക്കി ഇരിക്കുമ്പോ ചിലപ്പോ അടുത്ത് കൂടി വരണവന്നെ, ചിലപ്പോ ടെൻഷൻ ഉണ്ടാവുമ്പോ അടുത്ത് കൂടി വരണവന്നെ മനസ്സിലായി അതിലൊന്നും വരില്ല. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡും ഹിപ്നോട്ടൈസും രണ്ടും തന്നെയാണ്. ഇപ്പൊ നമ്മളൊക്കെ കൊച്ചിലെ ഇപ്പം ഫിലിം കാണാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകം തന്നെ നമ്മൾ മറന്നു പോകും. അതും ട്രാൻസ് എന്നൊരു അവസ്ഥയാണ്. ആ ടെക്നിക്കാണ് നമ്മൾ ഹിപ്നോട്ടിക് കൗൺസിലിംഗിൽ യൂസ് ചെയ്യുന്നത്. കണ്ണുകൾ അടയ്ക്കാതെ തന്നെ കോവേർട്ട് ഹിപ്നോസിസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ചെയ്യും. അപ്പോൾ അത് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് കണ്ണുകൾ അടയ്ക്കാൻ പറയാറില്ല. കണ്ണുകൾ അടയ്ക്കാതെ തന്നെ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന റാപ്പിഡ് ഹിപ്നോട്ടൈസേഷൻ ഒക്കെ റിയൽ ആണോ അല്ലാതെ അത് ഡ്രാമാറ്റിക് റിയൽ ആയിട്ട്? തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ഹിപ്നോതെറാപ്പി പഠിക്കണമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം. എൻ്റെ അടുത്തൊന്നും ഞാൻ പറയില്ല, എവിടെയെങ്കിലും സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം. കാരണം അവർ കൃത്യമായിട്ട് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വേർഷൻ പറഞ്ഞു തരും, അത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കേട്ടോ. പക്ഷെ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടും റാപ്പിഡ് ആയിട്ടും ചെയ്യുമ്പോൾ അതിൽ സജഷൻസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ അടുത്ത് കാണിക്കുന്നില്ല. നമ്മുടെ ബ്രെയിൻ ഒരു കാര്യമുണ്ട്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ബ്രെയിനിന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫ്യൂസ്ഡ് ആകും. അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടാണ് പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിലേക്ക് വീഴില്ല ചെയ്യുന്നത്, നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആവും. ആ ഒരു ട്രാൻസിൽ നിന്ന് ഇപ്പൊ രാവിലെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ശീലം അലാം വെച്ച് ഉണരുന്ന ശീലം, അല്ലെ? അലാം വെച്ചിട്ട് നമ്മൾ ബെഡിൽ കിടക്കും. ബെഡിൽ കിടത്തിട്ട് അലാം അടിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു കൂക്കി വിളിക്ക് തന്നെ നമ്മൾ എന്താ ചെയ്യാ, അതിന് നെറുന്തല അടിച്ചു പൊട്ടിക്കും, അല്ലെ? ഒരൊറ്റ അടിയാ, എന്നിട്ട് ചുല്ലൂടി അവിടെ കിടക്കും. അപ്പൊ നമ്മുടെ അടുത്ത് അമ്മ ചോദിക്കാം, എന്തിനാടി വെറുതെ അത് അടിച്ചു പൊട്ടിക്കണേ, നിനക്ക് എണിക്കണ്ടെങ്കിൽ എണിക്കണ്ട, നീ വെക്കിനെന്തിനാന്ന് ചോദിക്കും. എന്നാലും പിന്നെയും അത് കൂക്കി വിളിക്കുമ്പോ നമ്മൾ തല്ലും. ഈ തല്ലിയിട്ടൊരു കെടുപ്പുണ്ട് ഇല്ലേ? നമുക്ക് അമ്മ പറയുന്നു അച്ഛൻ പറഞ്ഞതൊക്കെ കേൾക്കാം, പക്ഷെ എനിക്കടി സമയം 10 മിനിറ്റ് ഇല്ലേ? അതൊരു സുഖകരമായ ഒരു അവസ്ഥയല്ലേ? നമുക്ക് ഈ പറയുന്നതൊക്കെ കേൾക്കാം. ഇത് തന്നെയാണ് ട്രാൻസിന് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്റെ വോയിസ് കേൾക്കുന്നുണ്ട്, പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് നിങ്ങൾക്കൊരു സുഖകരമായ അവസ്ഥ കൈവിട്ട് പോകാനായിട്ട് ഒരു മടി. ഇതാണ് ട്രാൻസ്. ഒരിക്കലും ഉറങ്ങിപ്പോവുകയല്ല കേട്ടോ ചെയ്യണേ. ഹിപ്നോതെറാപ്പിസ്റ്റ് ഒരിക്കലും നിങ്ങൾ ഉറക്കില്ല, ഉറക്കത്തിലേക്ക് പോവില്ല. അതായത് ബീറ്റ, കോൺഷ്യസ് മൈൻഡിൽ സംസാരിക്കുന്നത് ബീറ്റ, ആൽഫ. മലപ്പുറത്തെ ഏതോ ഒരു സ്കൂളില് എന്തോ യൂട്യൂബ് നോക്കിയിട്ടായിട്ട് ഏതോ കുട്ടികളെ കണ്ടില്ല, പറയുന്നത് കേട്ടോ. പക്ഷെ ആക്ച്വലി നമ്മൾ ഹിപ്നോസിസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു പ്രശ്നമേ അല്ല കേട്ടോ. ഒരാൾക്കും ബോധരഹിതരായിട്ട് പോവില്ല. എന്റെ അടുത്ത് ആരും അല്ലാതെ ഇങ്ങനെ കഴുത്തിന്റെ പുറകിൽ എവിടെയോ പിടിച്ചിട്ട് അങ്ങാണ്ട് ചെയ്യുന്നതാണോ ഒക്കെ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള ഇത് വന്നു. പക്ഷെ നമ്മൾ നിൽപ്പില് സജഷൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയും, നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ ഈ തലയുടെ പുറകെ തട്ടിട്ട് സ്ലീപ്പ് എന്ന് പറയുന്ന സമയത്ത് വീഴുന്നത്, ആ സ്ലീപ്പ് എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതിന് മുന്നേ ഒരുപാട് അഫർമേഷൻ കൊടുക്കുന്നത് നമ്മൾ അറിയിക്കുന്നില്ല. ഓക്കെ, 2 കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ഷെയ്ക്ക് ഹാൻഡ്, ഇങ്ങനെ കൈ കൊടുത്ത് ഷെയ്ക്ക് ചെയ്ത് ഇരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് പറയുകയാണെന്ന് മുൻപ് പറയും, ഞാൻ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും, ആ സമയത്ത് ഞാൻ സ്ലീപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് ചായും, ഞാൻ പിടിച്ചോളാം. ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാക്കിലോട്ട് ചായു പിടിച്ചോളാം എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വലിക്കുന്ന സമയത്ത് ഓക്കെ നിങ്ങൾ മയങ്ങി വീഴും എന്നൊരു സജഷൻ മുന്നേ കൊടുക്കും. എന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ചിലര് ഇങ്ങനെ നിർത്തിയിട്ട് പെട്ടെന്ന് സ്ലീപ്പ് എന്ന് പറഞ്ഞ സമയത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഷെയ്ക്കാന്റെയും മറ്റൊന്ന് കണ്ണിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറയും, അതായത് ഹിപ്നോട്ടിസ്റ്റിന്റെ. അല്ലെങ്കിൽ ഇവിടേക്ക് തന്നെ നോക്കാൻ പറയും. ബ്രെയിൻ കൺഫ്യൂസ്ഡാ, 2 കാര്യങ്ങൾ ഒരേ സമയത്ത് പറയുമ്പോൾ ആ കൺഫ്യൂഷനിലാണ് പെട്ടെന്ന് ഇവിടെ വെച്ചിട്ട് പറയുന്നത് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഉറങ്ങുകയല്ല ചെയ്യുന്നത്, ഒരു മയക്കം. ഉറങ്ങിയ ആള് പിന്നെ തട്ടി വലിച്ചു കഴിഞ്ഞാൽ എണീക്കൂല, അല്ലെ? നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയാൽ അത് ഞാൻ പറഞ്ഞ ബീറ്റ, നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു അവസ്ഥ കോൺഷ്യസ് മൈൻഡ്. ദെൻ ആൽഫ, ഇൻഡ്യൂസിങ് ടൈം, നിങ്ങളെ ഹിപ്നോസിലേക്ക് കൊണ്ടുപോകുന്ന ടൈം, സുഖകരമായ ഒരു സമയം. നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഹസ്ബൻഡൊക്കെ ആയിട്ട് സംസാരിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കണ്ണുങ്ങൾ ഇങ്ങനെ അട്ടഞ്ഞു പോണ സമയത്തായിരിക്കും ഹസ്ബൻഡ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തരി,
അയ്യോ ഇയാളെടുത്തടാ, എനിക്കങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റണില്ല എന്നിട്ട് നമ്മൾ വീണ്ടും അവിടെ കിടക്കും അല്ലെ. അതൊരു ഇൻഡ്യൂസിങ് ടൈമാ, അതായത് ഉറക്കത്തിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്വപ്നം കാണുന്നത് തീറ്റ. ആ തീറ്റ സ്റ്റേജ് ആണ് ശരിക്കും നമ്മുടെ ട്രാൻസ് നടക്കുന്ന തീറ്റ സ്റ്റേജിലാണ്. ഡെൽറ്റ, ഡീപ്പ് സ്ലീപ്പ്. ഡീപ്പ് സ്ലീപ്പിലേക്ക് ഒരിക്കലും ഒരു തെറാപ്പിസ്റ്റ് നിങ്ങളെ കൊണ്ടുപോകണില്ല. നമ്മൾ സൈക്കോതെറാപ്പി ചെയ്യുമ്പോൾ നോർമലി ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്ക് പോകും, അവർ തീറ്റയിലേക്ക് കൊണ്ടുപോകില്ല. ഓക്കെ, നമ്മളൊരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഇൻഡ്യൂസിങ് ടൈമിലെത്തും, തീറ്റയിലേക്ക് കൊണ്ടുപോകുന്നത്, അതായത് ഒരു സ്വപ്നാവസ്ഥയിലേക്ക്, റാപ്പിഡ് ഐ മൂവ്മെന്റ്, ആ ഒരു ഇതിലേക്ക് തീറ്റയിലേക്ക് ഹിപ്നോട്ടിസ്റ്റുകൾ മാത്രമാണ് കൊണ്ടുപോകുന്നത്. ഹിപ്നോതെറാപ്പി ഒരിക്കലും ഡെൽറ്റയിലേക്ക് പോവില്ല. ഡെൽറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഞൊടിച്ചുകൊണ്ട് പതിയെ പതിയെ വളരെ സമയം എടുത്തുകൊണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം എടുത്തുകൊണ്ട് കണ്ണുകൾ തുറക്കുന്ന നിങ്ങൾ തുറക്കൂല, ഉറങ്ങിപ്പോവില്ലേ. അപ്പോൾ ഉറക്കമല്ല സ്ലീപ്പ് എന്ന് പറയുന്നതെന്ന് വെച്ചാലും ഇവിടെ ഉറക്കം എന്നുള്ളതല്ല, ഒരു മയങ്ങിപ്പോവുക, അതേ ഉള്ളൂ. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒന്ന് മയക്കിക്കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എനിക്കും അതിലേക്ക് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പേശ് ചെയ്യുക. അതൊരു ക്രാഫ്റ്റ് പോലെ അവിടെ കിടന്നോളും. പിന്നീട് സെൽഫ് ഹിപ്നോസിസ് വഴി നമുക്ക് അതിനെ വീണ്ടും വേണമെന്ന് വെച്ചാൽ വേക്കപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തെറാപ്പിയോ കാര്യങ്ങളോ പഠിച്ചോ ചെയ്യാം. നമ്മുടെ അടുത്ത് തെറാപ്പിക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ പറയും 1, 3, 5, 7, 9 അങ്ങനെയാണ് തെറാപ്പി വരിക. അപ്പൊ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് കൊണ്ട് 99% നമുക്ക് ഓക്കെ ആക്കിയിട്ട് വിടാം. ഒരു നോർമൽ കൗൺസിലിംഗ് നടക്കുന്ന ഒരു 40 മിനിറ്റ്സ് ഓർ 1 hour ആണെങ്കിൽ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് വരുമ്പോൾ നമ്മൾ പറയും ഒരു 2-3 hours ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് വരണേ. അങ്ങനെ ഇമോഷണൽ വോമിറ്റിങ്ങിലൂടെ കണ്ണുകൾ അടയ്ക്കാതെ നമ്മൾ ട്രാൻസ്ലേറ്റ് കൊണ്ടുപോയി അത് നോർമലി സെറ്റ് ആക്കുന്ന സമയത്ത് ചില സമയത്ത് മാത്രം, ഇപ്പോൾ ഫോബിയ ആണ്, ഫിയർ ആണ്, സോഷ്യൽ ആങ്സൈറ്റി ആണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ഒരു ജസ്റ്റ് ഒരു തെറാപ്പി 1, 3, 5, 7 എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഫസ്റ്റ് ഒരു തെറാപ്പി ചെയ്ത് ഒരു ക്രാഫ്റ്റ് മനസ്സിൽ വരച്ച് തരാം, ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി തരാം. അതിനുശേഷം നിങ്ങൾ ഇത് പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തൂടെ. കാരണം ഓരോ തെറാപ്പിക്കും നമ്മൾ 1500 വെച്ചിട്ട് പേയ്മെന്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന പൈസ കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് ലൈഫ് ലോങ് ആയിട്ട് കിട്ടില്ലേ എന്ന് നമ്മൾ ഒരു സജഷൻ പറയാറുണ്ട്. മിക്കവരും ആ ഒരു പോർഷനായിട്ട് പഠിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഒരു ക്രാഫ്റ്റ് വരച്ചു കൊടുത്താൽ മതി, ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ പിന്നീട് സെൽഫ് ഹിപ്നോസിസിലൂടെ എങ്ങനെയാണോ ഞാൻ ചെയ്ത റിസൾട്ട്, അല്ല ഞാൻ എന്നല്ല ഏതൊരു തെറാപ്പിസ്റ്റ് ചെയ്ത റിസൾട്ടിലേക്ക് അവരെ തനിയെ കൊണ്ടുവരാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യും. ഡോക്ടർ എന്തുകൊണ്ടാ ഈ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് സ്വമേധയാ അങ്ങനെ പോവാൻ കാരണം? ഇടയ്ക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് നമ്മുടെ മൈൻഡും ബോഡിയും അങ്ങനെ ആവാൻ കാരണം? നമ്മള് ഒരു കാര്യം ഞാനൊന്ന് ആയിക്കോട്ടെ കേട്ടോ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഞാൻ വിളിച്ചോളാം. ഓക്കെ മാഷെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Anyway, thank you, ma'am. It was a wonderful class. That's my feedback to you. Okay. I'm really blessed to get a class from you. Thanks a lot. Hope I may be able to listen to you more time. Okay. Thank you very much. നല്ല വാക്കുകൾക്ക് നന്ദി. ഓക്കെ. അതില് പ്രതാപ് മാഷാന്ന് തോന്നുന്നു ചോദിച്ചത്. അതെ. പക്ഷേ ഇതെന്താണെന്നറിയോ, ട്രാൻസ്ജെൻഡർ അവസ്ഥ നമ്മൾ പലപ്പോഴും ആസ് എ ഹ്യൂമൻ ബീയിങ്സ് മാത്രമല്ല കേട്ടോ, ഏതൊരു ജീവനുള്ള വസ്തു ഒരു ട്രാൻസ്ലേറ്റ് പോകുന്നുണ്ട്. ഇതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇത്രയും ട്രീറ്റ്മെന്റ്, ഇത്രയും റിസൾട്ട് കിട്ടുന്നതും ഈ ഒരു ട്രാൻസ് എന്ന അവസ്ഥ നമ്മൾ നോർമലി ഒരു മനുഷ്യ ശരീരം പോകുന്നത് കൊണ്ട് മാത്രമാണ്. ഇതിനെ നമ്മൾ ഹിപ്നോസിസിലൂടെ നമ്മൾ ഡെലിബറേറ്റ്ലി അങ്ങനെ ഒരു അവസ്ഥ അവരിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡേ ഡ്രീമിങ് ഒരു ട്രാൻസ് അവസ്ഥയാണ്. ഡേ ഡ്രീം ചെയ്യാറില്ലേ, നമ്മൾ സ്വപ്നം കാണാറില്ലേ, ദിവാസ്വപ്നം പറയണേ, അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന പോലെ അതൊരു ട്രാൻസ് ആണ്. അത് നമ്മൾ പലവട്ടം യൂസറാണ്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സും ശരീരവും പെട്ടെന്ന് ഹിപ്നോസിലേക്ക് പോകുന്നത്, വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അങ്ങനെയാണ്. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന ഇൻസോംനിയ, അതിന് ഈ ഹിപ്നോതെറാപ്പി ഉപയോഗിച്ച് സ്വയം ക്യൂർ ചെയ്യാൻ പറ്റുമോ, അതോ തീർച്ചയായിട്ടും സ്വയം മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സ് നമ്മളെക്കാൾ ഭയങ്കര മടിയനാ മാഷെ. എന്തെങ്കിലും പണിയിട്ട് കൊടുത്താൽ മതി, അപ്പൊ കിടന്നുറങ്ങിക്കോളും. ഞാൻ തമാശ പറയുന്നത്. നമുക്ക് വെറുതെ ഇരിക്കാനല്ല, നമ്മൾ പറയില്ലേ
വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ആ സുഖകരമായ അവസ്ഥയാണ് ആൾക്കാർ മടി 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 എന്ന് പറയണേ അല്ലെ. നമ്മൾ എന്തൊരു ചെയ്താൽ നമുക്കൊന്ന് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് തിന്നുകൊണ്ട് വെറുതെ ഇരിക്കണം. ടിവിയുടെ മുന്നിൽ ഇരുന്നാലും വായിക്കാനിരുന്നാലും അപ്പൊ ആൾക്കാർ പറഞ്ഞു നടക്കും വെറുതെ. ആൾക്കാർക്കൊന്നും വിവരമില്ലല്ലോ, അവർ പറയും മടിയാണ് അതെന്ന്. അങ്ങനെ ഭയങ്കര ദുഷ്ടന്മാരാണ് നമ്മുടെ ചുറ്റുണ്ട ആൾക്കാര്. പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ലേ ഔസഫ് മാഷെ? ഇല്ലേ? നമ്മൾ സുഖകരമായ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറയാം മടിയായിട്ട്. നമ്മൾ ജോലിക്ക് പോയില്ല, ഓഫീസിൽ പോയില്ല, മടിയാത്രേ. പിന്നെ ഇത്രയും സുഖം. ഇപ്പൊ ടോമി മാഷനെ അമ്മ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്കൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് എന്താ പറയാ ചാരു കസേരയിലൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്, വളരെ സുഖകരമായ അവസ്ഥയല്ലേ. അതിനെയാണ് ഈ ദുഷ്ടന്മാരായ മനുഷ്യർ ചുറ്റും നിന്നിട്ട് മടി മടി എന്ന് പറയണത്. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സ് നമ്മളെക്കാൾ മടിയനാണ്. എന്തെങ്കിലും ഒരു പണി പറഞ്ഞു കഴിഞ്ഞാല് മനസ്സ് സുഖമായിട്ട് കിടന്നുകൊള്ളും. അങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധ, മനസ്സ്. ഇതുവരെയ്ക്കും നമ്മള് മനസ്സ് പറയുന്നത് കേട്ടുപോയി, മനസ്സിന്റെ പിന്നാലെ പോയി. അത് എങ്ങനെ നമ്മൾ പറയുന്നത് മനസ്സ് കേൾക്കുക എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനസ്സ് സുന്ദരമായിട്ട് ഒരു സംശയം, ഈ ഒറ്റ സംശയം കൂടിയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ഫോർ എക്സാമ്പിൾ റീഡിങ്. പക്ഷെ നമ്മുടെ മനസ്സ് ഇതിനിടയ്ക്ക് പല സ്ഥലങ്ങളിലേക്കും വ്യാപാരം നടത്തും. ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. അത് അങ്ങനെ അതിന് മൈൻഡ്ഫുൾനെസ് കൊണ്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അതിന് നമ്മൾ ആ പ്രശ്നത്തിനെ പരിഹരിക്കുന്നത്? ഓക്കെ, ഞാൻ പറയാൻ നേരമുണ്ടോ മാഷെ? 8:30 പറഞ്ഞോട്ടെ, ആൻസർ ചെയ്തോട്ടെ. സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും പോട്ടെ. മാഷിന്റെ ഈ ചോദ്യം ചോദിച്ചതിന് മറുപടി പറയും. പക്ഷെ നമ്മള് ഈ റോട്ടിലൂടെ അലഞ്ഞു നടക്കണ പട്ടികളെ കണ്ടിട്ടില്ലേ? ഓക്കെ, അതിന് ഇഷ്ടമുണ്ടോടത്തേക്ക് അത് പോകും അല്ലെ. നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അതിന് ഇഷ്ടം. ഇതുപോലെ നമ്മുടെ മനസ്സ് പലപ്പോഴും അതിന് ഇഷ്ടമുള്ളടത്തേക്കാ പോണേ. അതിന്റെ പിന്നാലെ നമ്മൾ പോവാന്നല്ലാതെ നമ്മൾ പറയുന്നിടത്തേക്ക് എപ്പോഴെങ്കിലും മനസ്സ് വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം, ചിന്തകളെ പറ്റി. ഇത്രയും നാൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് എപ്പോഴെങ്കിലും നമുക്ക് മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇതേ ഉള്ളു തുറന്ന് പറയണുണ്ടോ എൻ്റെ അടുത്ത്? ചുമ്മാ പറയരുത്. നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. നമ്മുടെ ചിന്തകൾ അങ്ങനെ പോകും. അതായത് ഒരു റോട്ടിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു നായക്കുട്ടീനെ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാം? ആദ്യം നായക്കുട്ടീനെ കുറച്ച് ദിവസമൊക്കെ നമ്മൾ എടുത്തു ചെന്ന് നോക്കും. ഒരു ബിസ്ക്കറ്റ് കഷ്ണം ഇട്ട് കൊടുക്കും അല്ലെ, 1 or 2. അപ്പം നമ്മൾ നായ നോക്കും, ഇവൻ എന്തിനാടോ എൻ്റെ അടുത്ത് വന്ന് ബിസ്ക്കറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് നോക്കും. പതിയെ തിന്ന് തുടങ്ങും അല്ലെ. ഒരാഴ്ച നമ്മൾ ബിസ്ക്കറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നായ്ക്കുട്ടി നമ്മൾ വരുന്നതും കാത്തു നിൽക്കാൻ തുടങ്ങും. ഉണ്ടോ ഇല്ലേ? നായ്ക്കുട്ടി അവിടെ കാത്തിക്കും, നമ്മൾ ചെല്ലുമ്പോഴത്തേന് നിൽക്കും. നമ്മൾ അങ്ങടെ അടുത്ത് ചെന്നില്ലെങ്കിൽ നായ്ക്കുട്ടി നമ്മുടെ അടുത്തേക്ക് ഓടി വരും. പതിയെ പതിയെ നമ്മുടെ വീട്ടിലേക്ക് അതിനെ വളർത്താൻ വളരെ ഈസി ആയിട്ട് വരുത്താനായിട്ട് പറ്റും ഇല്ലേ? നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗേറ്റ് വരെ നായ്ക്കുട്ടി എത്തും. പിറ്റേ ദിവസം നമ്മൾ ഗേറ്റിന്റെ ഉള്ളിൽ നിന്നിട്ട് നായ്ക്കുട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും. നായ്ക്കുട്ടി വരുമോ വരില്ലേ? അതിന്റെ എക്സ്പീരിയൻസ് വരും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു തൊടലോ ചങ്ങലയോ അതിന്റെ മേലിട്ട് കൊടുക്കും. അതിനെ വീട്ടിൽ കെട്ടിയിട്ടില്ല, തൊടല് കിട്ടും. നായ്ക്കുട്ടി കൊതറോ? ഇല്ല. ഒന്ന് കുടഞ്ഞാലും അത് അവിടെ നിന്ന് തരും, ബിസ്ക്കറ്റ് തിന്ന് പോകും. ഒരു 2-3 ദിവസം തൊടലിട്ട് പോയ നായ്ക്കുട്ടീനെ പിന്നീട് വരുമ്പോൾ ബിസ്ക്കറ്റിന് പകരം ഊണിട്ട് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഇഷ്ടമുള്ള കോഴിക്കാലൊക്കെ കൊടുത്തുകൊണ്ട് അതിനെ കെട്ടി ചങ്ങലക്കിട്ട് കഴിഞ്ഞാൽ അതവിടെ നിൽക്കുമോ മാഷേ? ഔസഫ് മാഷ് പറയോ? ഉണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. അലഞ്ഞു തിരിയുന്ന നായ്ക്കുട്ടീനെ എങ്ങനെയാണ് ചങ്ങലക്കിടുക എന്ന് പറയുന്ന ആ ട്രിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നിടത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനിടയിലൂടെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, അതിനിടയിലൂടെ എന്ത് ചിന്തകൾ വന്നോട്ടെ അതിന് തുറന്നു വിട്. അത് വന്നും പോയിക്കൊണ്ട് തന്നെ ഇരിക്കട്ടെ. എപ്പോഴൊക്കെയാണ് നമ്മൾ തടയുന്നത് അപ്പോഴൊക്കെയും പൂർവാധികം ശക്തിയോടെ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അല്ലെ. അതുകൊണ്ടാണ് പല മെഡിറ്റേഷനും ശരിയാവാത്തത്. മെഡിറ്റേഷൻ പറയുമ്പോൾ മൈൻഡ് കൺട്രോളിങ് ആണ്. എന്ത് മൈൻഡ് കൺട്രോളിങ്? നമ്മൾ അങ്ങനെയെന്ന് വെച്ചാൽ എന്നേ ചൊവ്വായി പോയാനെ. ഇതുവരെയ്ക്കും മൈൻഡ് നമ്മുടെ അടുത്തേക്ക് വന്നു. നമുക്ക് വയസ്സായി, മൈൻഡിന് ഇപ്പോഴും തോന്നിയ പോലത്തെ നമ്മൾ അതുകൊണ്ടു നീ വേണമെന്ന് വെച്ചാൽ എൻ്റെ പിന്നാലെ വന്നോളാന്ന് പറയാം. കിടന്നുറങ്ങുമ്പോൾ ഒരു കാലത്തില്ലാത്ത ചിന്തകളാണ് രാത്രി കിടക്കുന്ന സമയത്ത് വരിക അല്ലെ. ചില മറന്നു വെച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് ഓർമ്മ വരിക. നമ്മൾ ലൈറ്റിടും പോയി തപ്പിയെടുക്കും. അത് വരെയ്ക്കും മനസ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞ ഇന്ന സാധനം എവിടെയുണ്ടെന്ന് ഇല്ല. മനസ്സ് എവിടെ പറയണോ അതേപോലെ നമ്മൾ നടന്നു. ആ മനസ്സ് നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണോ അപ്പോഴൊക്കെ കൊതറി മാറും. മനസ്സ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. പക്ഷെ പയ്യെ പയ്യെ മനസ്സിനെ നമ്മുടെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഞാൻ മാഷ് എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ സംസാരിച്ചു. ഞാൻ മൈൻഡ് ചെയ്യണില്ല എന്ന് വിചാരിക്കും. മൈൻഡ് ചെയ്യണില്ല, മാഷേ മൈൻഡ് ചെയ്യണില്ല. എത്ര സമയം എന്നോട് നിന്ന് സംസാരിക്കും മാഷ്? കുറച്ചു കഴിഞ്ഞ് മിണ്ടാതെ പോകും അല്ലേ.
ഇത് തന്നെയാണ് നമ്മുടെ ചിന്തകൾക്കും വരുന്നത്. ചിന്തകൾ വന്നു, ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്, എന്ത് ചിന്തകൾ വേണമെങ്കിലും വരട്ടെ, വന്ന സമയം കൊണ്ട് അത് പോയിക്കോട്ടെ, നിങ്ങൾ അതിനെ ഗൗനിക്കുകയേ വേണ്ട. എത്ര സമയം നിൽക്കും നമ്മൾ ഒരാളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ? അങ്ങനെ കുറച്ച് കുറച്ച് ട്രിക്സ് ഉണ്ട് നമ്മുടെ മനസ്സിൽ, ചുമ്മാ ടിപ്സ്. ഓക്കെ, താങ്ക് യു വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്. എസ്പെഷ്യലി ട്രാൻസ് ഞാൻ ആദ്യമായിട്ടാണ് അതിന്റെ റിയലായിട്ട് അനുഭവിക്കുന്നത് ഇങ്ങനൊരു ക്ലാസ്സിൽ. ഇത്രയും ഗഹനമായ so ഒരു much. സബ്ജക്ട് ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത്രയും സമയം കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്ന ഡോക്ടർ ഋഷയെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. അതിനെങ്ങനെയാണ് മാഷെ എന്റെ വാക്കുകൾ നല്ലതല്ല അല്ലാതിരിക്കുക? കാരണം എന്റെ മുന്നിലിരിക്കുന്ന എല്ലാം പുലിക്കുട്ടികളാ. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ വന്നത്. എന്നെ സമ്മതിക്കണം ട്ടോ ആ ധൈര്യം. ഞാൻ വന്ന് നോക്കുമ്പോ എല്ലാവരും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചോനെ, എല്ലാം ഒരുപാട് അറിയുന്ന ആൾക്കാര്. അതിന്റെ ഇടയിൽ പാവം ഞാൻ വന്ന് എന്തൊക്കെയോ പറഞ്ഞു. കുഴപ്പമില്ല, നിങ്ങളുടെ നല്ല മനസ്സിന് നല്ല കാര്യങ്ങള് പറഞ്ഞു. ഒരു ഇഞ്ച് കൂടി. ആ പാവാന്നുള്ള വിചാരം തന്നെയാണ് ഏറ്റവും നല്ല ഇതായിട്ട് വന്നത്. ഞങ്ങളിലെല്ലാം പെട്ടെന്ന് ഇരച്ചു കയറാൻ പറ്റിയത്. ഒരുപാട് സന്തോഷം. പക്ഷേ നല്ല വാക്കുകൾ. വളരെ സിമ്പിൾ ആയിട്ട് നല്ല എക്സ്പ്ലനേഷൻ, പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിക്കുള്ള നല്ല നല്ല എക്സ്പ്ലനേഷൻ വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. എന്റെ പേരിലും KC2ന്റെ പേരിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ പേരിലും താങ്ക് യു പറഞ്ഞുകൊള്ളുന്നു. അതോടുകൂടെ തന്നെ നമുക്ക് ഇന്ന് വെൽക്കം സ്പീച്ച് പറഞ്ഞ പോൾ പടയാട്ടി സർ, പ്രസിഡൻഷ്യൽ അഡ്രസ് പറഞ്ഞ സെലീന മാം, ട്രെയിനർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ PV ജോസഫ് സർ, തോമസ് സർ, ഇനി ഇവിടെ വന്ന എല്ലാവർക്കും എന്റെ പേരിലും KC2ന്റെ പേരിലും നന്ദിപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാനും ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിൽ, ഇത്രയും സമയം എൻ്റെ കൂടെ ഇരുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പൊ ശരിയെന്നാ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ മാഷെ. Really very simple and humble ആയിരുന്നു. That is the most biggest quality you had. ഓക്കെ, It is very nice. ഇത് Thank ഞാൻ you. മുന്നേ പറഞ്ഞതാണ്, എല്ലാവരും ഒരുപാട് പുലികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അതിന്റെ ഇടയിലേക്ക് ഞാൻ എന്ത് പറയും? എനിക്കറിയാവുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു, അപാര ധൈര്യം എനിക്ക് മുന്നേ തന്നെ അറിയാലോ. വിവരമില്ലാന്ന് എനിക്ക് തന്നെ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ എവിടെ ചെന്നിട്ട് പറയാനായിട്ടും എനിക്കൊരു മടിയില്ല. എന്നെ എവിടെ ക്ലാസ്സിന് വിളിച്ചാലും ഞാൻ പോവും, ഞാൻ പറയും. കാരണം വിവരമില്ല. എനിക്കറിയാവുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ്, ഹിപ്നോസിസ് ആൻഡ് സൈക്കോളജി. ഓക്കെ മാഷെ, ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെ അടുത്തും എന്നെ ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞതിന്, ഇത്രയും സമയം ഇവിടെ ഇരുന്നതിന്, എല്ലാത്തിനും, എന്നെ ക്ലാസ്സിന് വിളിച്ചതിനും എല്ലാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരിക്കൽ കൂടി ബൈ ബൈ.